ഹാപ്പി ആൻഡ് ഗ്രേറ്റ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നിങ്ങളെ സെൽഫ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുക എന്നറിയാം. നമുക്ക് പലപ്പോഴും ഈ ഗൈഡഡ് കോഡൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ അല്ലാത്ത ചില അലസന്മാരായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പിടിച്ചിരുത്തിയിട്ട് കുറച്ച് സെൽഫ് റിഫ്ലക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് GTയിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചില ആക്ടിവിറ്റീസ് കൂടി ടാസ്ക് കൂടി ഇൻവോൾവ് ആക്കണം. വീക്കിലി വൺസ് എങ്കിലും നമ്മളെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബോധിപ്പിക്കുന്നത് നല്ലതാണ്. ഇന്ന് സെൽഫ് അവെയർനെസ്സും സെൽഫ് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് അവെയർനെസ്, സെൽഫ് റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുമ്പം ഇത് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ മൈൻഡ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഓരോ ചലനത്തിലും അയാളെ പറ്റിയിട്ട് ബോധവാനായിരിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബോധിയെങ്കിലും ആയി മാറണം. ബുദ്ധനൊന്നും ആവാൻ പറ്റില്ലെങ്കിൽ കൂടി ബോധത്തിൽ ജീവിക്കുന്നവരാവുക എന്നത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന മറവികൾ, പിഴവുകൾ ഒക്കെ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ലാക്കിംഗ് നിന്ന് ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പം സമയം കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഒരു മൊമെൻറ്റിൽ പരിപൂർണമായിട്ട് അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്നിടത്തുനിന്നാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് നമ്മളെ പര്യാപ്തമാക്കിയെടുക്കുന്ന 100% ഇല്ലെങ്കിൽ കൂടി ഓരോ GT കഴിയുമ്പോഴും ഇത്തരം ആക്ടിവിറ്റീസൊക്കെ ചെയ്തു പോകുമ്പം അതിൻ്റെ തോത് പതിയെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ തന്നെ അത് വലിയൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ആക്ടിവിറ്റീസൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലാസ്റ്റ് വീക്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു നമ്മളെ GTയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ ചുറ്റിലുള്ള എനർജിയും അതിൽ നിന്നും എങ്ങനെയാണ് മൈൻഡ് ചാനലായിട്ട് ബ്രിഡ്ജായിട്ട് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് ഞാനിങ്ങനെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പം എന്തായിരിക്കും ഇന്ന് GT ടോപ്പിക് ആലോചിച്ചു. സ്വാഭാവികമായിട്ട് ഓഫീസിൽ കയറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നതൊരു കോട്ടാണ്. എന്തുകൊണ്ട് ആ കോട്ട് വന്നു എന്നല്ല, പക്ഷേ ഐ തിങ്ക് കുറേ കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കോട്ടും. ഈ കോട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരക്കണക്കിന് മഹത് വചനങ്ങൾ, കോട്ട്സൊക്കെ ഉണ്ട്. പലരും പറഞ്ഞു വെച്ചത്, ചിലത് പേരറിയുന്നത്, ചിലത് പേരറിയാത്തതൊക്കെ ഉണ്ട്. പക്ഷേ ഏത് കോട്ട് അല്ലെങ്കിൽ ഇത്തരം മഹത് വചനങ്ങളൊക്കെ അല്ലെങ്കിൽ ചില വേഴ്സുകളൊക്കെ നമ്മളെടുത്ത് അതിനെ ശരിയായ രീതിയിൽ കീറി മുറിച്ച് മനസ്സിലാക്കി അതിലൊന്ന് മനനം ചെയ്ത് അതിലൊന്ന് ഉപാസിച്ചൊക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാത്ത പല മഹത് വചനങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്കും അർത്ഥത്തിലേക്കും ഒരു കോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കോഡ്സ് ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ മിക്കവാറും നിങ്ങൾ ചാറ്റ് ബോക്സിൽ അതിടും. പിന്നെ സ്ഥിരമായിട്ട് GTയും നമ്മളെ ടീമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ടൈപ്പ് ചെയ്യാൻ പോകുന്ന കോഡ്സ് ഏതാണെന്ന് എനിക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അത് പറയുന്നില്ല. പക്ഷേ നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ച ചില വചനങ്ങൾ, ചില വേഴ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്നു, എന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേ 8-10 വർഷങ്ങൾക്ക് മുന്നേ സ്വാധീനിച്ച ഒരു വരിയാണ് ആൽക്കെമിസ്റ്റിലെ തീവ്രമായിട്ട് നിങ്ങൾ എന്താ ആഗ്രഹിച്ചാലും അല്ലേ അത് നേടിത്തരാൻ വേണ്ടിയിട്ട് ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു കോട്ട്. അപ്പം ആക്ച്വലി ആ ഒരൊറ്റ കോട്ട് എന്നെ ആകർഷിക്കുന്നു. അതിൻ്റെ ഉള്ളിലെ സത്ത, അതിൻ്റെ ഉള്ളിലെ പൊരുൾ എന്താണ് പറഞ്ഞ് ഒരു ഓതർ പറഞ്ഞു വെച്ചതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം ആവശ്യമാണ്. അപ്പം അതിൽ ജീവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റുള്ള കുറേ കോഡ്സ് എനിക്ക് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ല, എന്നിലൂടെ സംഭവിക്കാം. അതുപോലെ തന്നെ എനിക്കൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത പല വരികൾ, പല വേഴ്സുകൾ, ഇതിനൊക്കെ എങ്ങനെയൊക്കെയോ എനിക്ക് കണക്ഷൻ കിട്ടുന്നതും ഒരു കോട്ടിൽ ആയത്തിലിറങ്ങി നമ്മൾ പരിശീലിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പിറകെ നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ്. അപ്പം ഇതുപോലെ നമുക്കൊക്കെ ഇഷ്ടംപോലെ കോട്ട്സ് ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, കോട്ടുകളെ നമ്മൾ സമീപിക്കേണ്ടത് സെപ്പറേറ്റ് സംഭവങ്ങളായിട്ടല്ല. ഈ നമ്മളെ ശരീരത്തിലെ ഊർജ്ജ ശൃംഖലയെ പറ്റിയിട്ട് പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്, എനർജി പോയിന്റുകളുണ്ട്. എല്ലാ എനർജി പോയിന്റും ഒറ്റ പോയിന്റിലേക്ക് തന്നെ കണക്റ്റാണ്. പക്ഷേ ഏത് പോയിന്റിലൂടെ തൊട്ടാലും നമ്മൾ അവിടെ എത്തും. ഇപ്പോൾ ദൈവത്തിലേക്ക് പല വഴികളുണ്ട്. ഏത് വഴിയിലൂടെ നമ്മൾ തൊട്ടാലും അവിടെ തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ പല വഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ നമ്മൾ അന്വേഷിക്കുക, ഒന്നിലൂടെ നമ്മൾ കയറി ചെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കോഡ്സും. ഒരുപാട് കോഡ്സ് ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൽ ശരിക്കും ധ്യാനിച്ച് കഴിഞ്ഞാൽ, കണ്ടംപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ നമുക്കറിയാത്ത പല കോഡ്സിൻ്റെ വേൾഡിലേക്ക് അല്ലെങ്കിൽ ആർട്ടിൻ്റെ വേൾഡിലേക്ക്, ഡിവിനിറ്റിയുടെ വേൾഡിലേക്ക് ഒക്കെ അത് നമ്മളെ കൊണ്ടുപോകും. പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിലേക്കൊക്കെ നമ്മളത് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ടാണ് ഈ സയൻറ്റിസ്റ്റുകളൊക്കെ അവർ കണ്ടെത്തിയ ചില രഹസ്യങ്ങളെ വളരെ ഷോർട്ടാക്കിയിട്ട് ലെറ്റേഴ്സും നമ്പേഴ്സും വെച്ചിട്ട് കോഡ് ചെയ്തിട്ട് നമുക്ക് E = mc², ഇതൊരു ഫോർമുലയാണ്.
പക്ഷെ ഇത് ഡീകോഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അനന്തമായ സാധ്യതയിലേക്കാണ് അത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഒരു വിഷയത്തിലേക്കൊന്നല്ല, ഒരു അറ്റോമിക് എനർജി അല്ലെങ്കിൽ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് മാത്രമല്ല. E=mc² എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ അനന്തമായ സാധ്യതകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫോർമുലയാണ്. ഇതുപോലെ തന്നെ A+B² എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, മാത്സ് കുറച്ച് വീക്കാണ്. ഇതുപോലെ A+B² ഫോർമുല നമ്മൾ ഡീകോഡ് ചെയ്യുമ്പം ഒരുപാട് തിയറീസും ഫോർമുലാസും നമുക്കറിയാം. ഈ ഓരോ ഫോർമുലകളും ഒരു വഴിക്കുള്ളതല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ പല വഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കോഡുകളാണ്. ഇതേപോലെ തന്നെയാണ് വേദത്തിലെ ഓരോ വചനങ്ങളും. അതുപോലെ തന്നെ പ്രപഞ്ച രഹസ്യം അറിഞ്ഞ പല ആൾക്കാരും ചെയ്തു വെച്ച കോഡ്സും നമ്മളെ ആ ഒരൊറ്റ കോട്ടിലൂടെ തന്നെ പല രഹസ്യങ്ങളിലേക്കും അത് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ള. ഇപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള തലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള. ഈ കോഡ്സിലൂടെ നമ്മൾ ചിന്തിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ, നമ്മുടെ തിങ്കിങ് എബിലിറ്റി, നമ്മുടെ തിങ്കിറ്റേഷൻ കെപ്പബിലിറ്റി ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അത് സഹായിക്കും എന്നുള്ളതാണ്. ഇത്രയും ഞാൻ പറയാനുള്ള കാരണം കോഡ്സിന് അത്ര നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത്. ഒരു പ്രഭാഷണത്തിനിടയിൽ ഭംഗിക്ക് കുത്തിക്കയറ്റാൻ പറ്റുന്ന, സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്ന, കൊള്ളാം എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുമാർ എഴുതി വിടാൻ പറ്റുന്ന ഒരു സംഭവത്തിനപ്പുറത്തേക്ക് അതിനൊരു എനർജി ഉണ്ട്. കോഡ്സൊക്കെ പൊസസ് ചെയ്യുന്നൊരു വൈബ്രേഷൻ ഉണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പം അത് വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ചില ആൾക്കാരുണ്ട്, അവർ പല പുസ്തകങ്ങൾ വായിക്കുന്നു, പല വരികളിലൂടെ പോകുന്നു, പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു വരി നമ്മളിങ്ങനെ പിടിച്ചു നിർത്താൻ, അതിങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്, അതിങ്ങനെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ കണ്ണിങ്ങനെ തുറപ്പിക്കുകയാണ്. അത്തരത്തിലേക്കൊരു വരി കൊണ്ടുപോകുമ്പം ആ പുസ്തകത്തിൽ നിന്നും അവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ അതിലായിരിക്കും. ആ ചിന്തിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടൊരു വരി, ഒരു പുസ്തകം തുറന്നപ്പോൾ അതിൽ കണ്ടൊരു വരി, അല്ലെങ്കിൽ എവിടെയോ എഴുതി വെച്ചൊരു വരി, ഇതൊക്കെ ആയിരിക്കും പെട്ടെന്ന് അവരെ മനസ്സിനെ മാറ്റിയിട്ടുണ്ടാവാം. ഇത്തരത്തിൽ ഒരു പുസ്തകം മുഴുവൻ സ്വാധീനിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പുസ്തകം മുഴുവൻ നമ്മൾ പരിധി കഴിഞ്ഞാലോ, ഒരു ജീവിതം മുഴുവൻ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാലോ, അതിൽ നിന്നും വീണ് കിട്ടുന്ന 1, 2, 3 വരികളുണ്ടായിരിക്കും. അതായിരിക്കും ആക്ച്വലി നമുക്ക് അടുത്ത തലത്തിലേക്ക്, ഉയർന്ന തലത്തിലേക്ക്, വിശാലമായിട്ടുള്ള ഒരു ജീവിത തലത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ പോകുന്ന ആകെയുള്ള, അതിൽ നിന്നും കിട്ടാനുള്ള ആകെയുള്ള ഹോളിനോളായിട്ട് നമുക്ക് കിട്ടാനുള്ളൊരു സാരം എന്ന് പറഞ്ഞാൽ. അതുപോലെ നമുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലായിരിക്കണം നമ്മൾ കോട്ടുകളെ സമീപിക്കേണ്ടത്. ഒന്ന് സാന്ദർഭികമായിട്ട് കോട്ട്സിനെ പറ്റി പറയുമ്പം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അത്തരത്തിൽ ഒരു പരിശീലനം പലർക്കും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്ന ഒരു സിമ്പിൾ കോട്ടാണ്, നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവ്രിതിങ്. ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കോട്ടാണിത്. നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവ്രിതിങ്. ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുമ്പം, അല്ലെങ്കിൽ നത്തിങ്നെസ് ആണ് എനിക്ക് വേണ്ടത്, എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നും വേണ്ട എന്നതെന്തോ അതാണ് എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുമ്പം, നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവ്രിതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, 5, 10, 15 ലിസ്റ്റ് ചെയ്ത കുറേ ഉണ്ടായിരിക്കും. ഇതെല്ലാം വേണം എന്ന് കരുതി ഇറങ്ങിത്തിരിക്കുന്നതും, എന്നാൽ ഇതെല്ലാം നേടിയ ഒരാൾ, നിങ്ങളുടെ ലിസ്റ്റിൽ ഒരു 50 ലിസ്റ്റ് ഉണ്ട് വിചാരിക്കാം. ഈ 50 കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്തു, ഈ 50 കാര്യങ്ങൾ നിങ്ങൾ നേടി. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം, എവ്രിതിങ് യു ഗെയിൻഡ്, നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞു. എല്ലാം നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് മനോഭാവത്തിലെത്തുന്നു? ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട എന്നൊരു മനോഭാവത്തിലെത്തുമ്പം നിങ്ങൾക്ക് എന്താണ് അപ്പോൾ വേണ്ടത്? വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടതെന്തോ? അങ്ങനൊരു ചോദ്യമുണ്ട്. വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടതെന്തോ? എനിക്ക് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് എന്താ വേണ്ടത്? അപ്പം നമ്മൾ പറയും എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട എന്നതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും നേടിക്കഴിഞ്ഞു. ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതിലൂടെ ഒന്നും വേണ്ടാത്തതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പം നിങ്ങൾ അറിയാതെ വേറെ ഒന്നിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ പറയും, ഒന്നും വേണ്ടാത്തതെന്തോ, ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ നിങ്ങൾ എന്തിനെയാണോ തിരഞ്ഞെടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്. ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ റെക്കഗ്നീഷൻ വേണ്ട, മണി വേണ്ട, ഫെയിം വേണ്ട, പവർ വേണ്ട, ഫോളോവേഴ്സ് വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ആയിക്കഴിഞ്ഞെങ്കിൽ, എല്ലാം ആയതിനു ശേഷം ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് വേണ്ടതൊക്കെയായി, ഇനി എനിക്ക് എന്താ വേണ്ടത്? നിങ്ങളൊന്ന് പിറകോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ജീവിതത്തിലൂടെ ഒക്കെ ഒന്ന് പരിധി നോക്കിയേ. അത്തരം അവസ്ഥയിലെത്തിയ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ചില തിരഞ്ഞെടുക്കലുകളുണ്ട്. അത്തരം ആളുകളാണ് വിഷനറീസ് ആവാറുള്ളത്. അത്തരം ആളുകളാണ് അവർക്ക് വേണ്ടതൊക്കെ കിട്ടിക്കയറ്റും, ഇനി അവർക്കൊന്നും വേണ്ട. പക്ഷെ ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ അവർക്ക് ഇരിക്കാൻ പറ്റൂല. ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ അവരെത്തുമ്പം ഒരു ലോകത്തിന് എന്തെങ്കിലും കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവ്രിതിങ് എന്ന് പറയുമ്പം എല്ലാത്തിനെയും ആകർഷിക്കുന്ന എന്തോ ഒന്ന്,
എല്ലാത്തിനെയും നമ്മളെ കൊണ്ടുവരുന്ന എന്തോ ഒന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ നത്തിങ്നെസ് ആണ്. ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ നമ്മൾ എത്തുക എന്നുള്ള. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ട് ഭയങ്കര രസമാണ്. പക്ഷെ നമ്മളിത് ഫേക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് ഒന്നും വേണ്ട എന്ന അവസ്ഥയിൽ ഇരിക്കണം എന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഒന്നും വേണ്ടാത്ത അവസ്ഥയിലേക്ക് ഞാൻ പോകട്ടെ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഓൾറെഡി കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും കൂടി ഒറ്റയടിക്ക് അതൊന്നും വേണ്ടാന്നാണ്, അതൊന്നും വേണ്ടാന്നാണ്, അതൊന്നും വേണ്ടാന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുക. അടിച്ചമർത്താന്നൊക്കെ പറയും. ഈ സപ്രസ് ചെയ്യാന്ന് പറയും. ആഗ്രഹങ്ങളെ സപ്രസ് ചെയ്താലുള്ള ദുരന്തം നിങ്ങൾക്കറിയില്ലേ? പല ആൾക്കാരും അവരെ ആഗ്രഹങ്ങളെ സപ്രസ് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു 5-10 വർഷങ്ങൾ കഴിഞ്ഞാൽ ആരുടെങ്കിലും തലയിലിടും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ വേണ്ടാന്ന് വെച്ചത്. ഒന്നെങ്കിൽ മക്കളുടെ തലയിൽ, അല്ലെങ്കിൽ കുടുംബക്കാരുടെ തലയിൽ, അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികളോ എന്താണോ അതിന് വേണ്ടി ഇറങ്ങി എന്ത് കാര്യത്തിനാണ് ഇറങ്ങിയത് അതിന് വേണ്ടി. പിന്നീട് അതിൻ്റെ മേലിൽ ഗിൽറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ മേലിൽ ബ്ലെയിം ഉണ്ടായിരിക്കും, ഇങ്ങനെ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ എത്തിച്ചേർന്ന നത്തിങ്നെസ് അല്ല, സാക്രിഫൈസ് ഫീലിങ്ങോട് കൂടിയിട്ട്, കഷ്ടതയോട് കൂടിയിട്ട്, പരാതിയോട് കൂടിയിട്ട് എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും വേണ്ട എന്ന് വെക്കുന്നു. ചിലർ ഭയങ്കര ഇമോഷണലായിട്ട് ഈ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നും വേണ്ട എന്ന് വെക്കുന്നു. അതിൽ ഉള്ള സാധനമല്ല. ആനന്ദത്തോട് കൂടിയിട്ട്, പരിപൂർണ ആക്സെപ്റ്റൻസോട് കൂടിയിട്ട്, അഡ്മിഷനും സബ്മിഷനോടും കൂടിയിട്ട് ഒന്നും വേണ്ട എന്ന അവസ്ഥയിലെത്തുമ്പം വേണ്ടത് വേണമെന്ന് അതിയായി ആഗ്രഹിച്ചും കൊണ്ട് ആ ഫീലിങ്ങോട് കൂടി മുറിച്ച് കളിയല്ല ചെയ്യണത്. വേണ്ടത് എന്തൊക്കെയായിരുന്നോ അതിൻ്റെ ഒക്കെ മീതെ എന്തോ ഒന്ന് കണ്ടെത്തുമ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഈ പാഷൻ കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മളിലെ യുണീക്നെസ് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് കോച്ചിങ്ങിൽ ചില ക്വസ്റ്റ്യനേഴ്സ് തയ്യാറാക്കും. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദ്യാവലിയായിട്ട് കൊടുത്തിട്ട് ഒരാളോട് ഇങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്തൊക്കെ വേണം, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം നിങ്ങൾ നേടിയെടുത്തു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നതെന്നാണ് ചോദിക്കുക. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ യുണീക്നെസ്സോ പർപ്പസോ കണ്ടെത്തണമെങ്കിൽ അതിന് പല വഴികളുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് മാത്രം ഇത് തന്നെ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇതൊരു ചെറിയ ഹവറിൽ തീരുന്ന ഒരു സെഷനാണ്. ഈ 1 മണിക്കൂർ സെഷനോട് ഇവിടെ വന്നിരിക്കുന്ന 300 ചില്ലാനം ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ സൊല്യൂഷൻ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെൽഫ് അവെയർനെസ് കൂടുന്ന പ്രാക്ടീസുകൾ കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു കണക്ഷൻ കിട്ടും നിങ്ങളുടെ യുണീക്നെസ്സിലേക്കും പർപ്പസിലേക്കും ഒക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ യുണീക്നെസ്സിലേക്ക് എത്തണമെങ്കിൽ പല ആൾക്കാരും ഗോളുകൾ സെറ്റ് ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ ലാക്കിങ്സ് നോക്കിയിട്ട് അത് ഫില്ല് ചെയ്യാൻ ഗോൾ സെറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് എന്തൊക്കെയല്ലേ അത്യാവശ്യമായിട്ട്, അപ്പോൾ അത്യാവശ്യമായിട്ടൊരു വീട്, അത്യാവശ്യമായിട്ട് മക്കളുടെ പഠനം, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു വാഹനം. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ലാക്കിങ്സിന് കറൻ്റ്ലി ലാക്ക് ചെയ്യണത് എന്തോ ആ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലാക്കിങ് ആയിട്ടുള്ള ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് അവരുടെ എല്ലാ നീഡുകളും അവർ റെഡിയാക്കി എടുക്കുമ്പോഴേക്ക് കുറച്ച് വർഷങ്ങളെടുക്കാം. പക്ഷെ അത് ഫുൾഫിൽ ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ പൊതുവെ പറയാറുള്ളത് നിങ്ങളുടെ ഈ ലാക്കിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്യപ്പെടാനൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ ലാക്കിങ്ങും ഫില്ല് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ ലാക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സഫീഷ്യൻ്റ് ആവുന്ന പറഞ്ഞാൽ എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ പറയാം എനിക്ക് വീടായിട്ടുണ്ട്, എനിക്ക് വേണ്ടതൊക്കെ ആയിരുന്നു, മക്കളെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും സേഫാണ്, ഫ്യൂച്ചറൊക്കെ സേഫാണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഹെൽത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സഫീഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യണം തോന്നുന്നത്? നിങ്ങൾക്ക് വേണ്ടതൊക്കെയായി. ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തോന്നുന്നു, നിങ്ങൾ എന്ത് ചൂസ് ചെയ്യാൻ തോന്നുന്നു, ആ അവസ്ഥയിൽ നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യണത് അതിൽ നിന്നും മാത്രം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പർപ്പസ് കണ്ടെത്താൻ പറ്റും. അവിടെ നിന്നാണ് നമുക്ക് പർപ്പസ് കണ്ടെത്തുന്നത്. കാരണം അതൊരിക്കലും നമ്മുടെ പെയിനോ നമ്മുടെ ലാക്കിങ്സോ ഒന്നും അതുമായിട്ട് ഒരിക്കലും കണക്റ്റഡ് ആയിരിക്കില്ല എന്നുള്ളത്. നമ്മുടെ ക്രേവിങ്സോ ഒന്നും അതിൽ കണക്റ്റഡ് ആയിരിക്കില്ല. കാരണം നമ്മുടെ ഇമോഷണൽ ഡിസയേഴ്സ് ഒക്കെ ഫുൾഫിൽഡ് ആയതിനു ശേഷം വാട്ട് ഡു യു തിങ്ക്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടത് ഫുൾഫിൽ ആയതിനു ശേഷം മാത്രമാണ് ഒരു നിർബന്ധമില്ല. ഫുൾഫിൽ ആകുന്നതിന് മുന്നേ തന്നെ ചിന്തിച്ച് നോക്കുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ വാട്ട് വിൽ യു ബി ഡൂയിങ് എന്ന് ചോദിക്കുമ്പം നമുക്ക് മനസ്സിലാവും വി ഹാവ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദ വേൾഡ്. അങ്ങനെ ആവാം, ചിലർക്ക് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് കുറച്ചുകൂടി സോൾഫുൾ ആയിട്ട് എൻ്റെതായ ഒരു ഇടത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ സോളിറ്റ്യൂഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പലർക്കും പലതായിട്ടായിരിക്കും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാം സഫീഷ്യൻ്റ് ആയി കഴിയുമ്പം നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കുക ആ വഴിയിലൂടെ നിങ്ങളുടെ യുണീക്നെസ്സിലേക്കും നിങ്ങളുടെ പർപ്പസിലേക്കും നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവ്രിതിങ് എന്ന് പറയുമ്പം നമുക്ക് വേണ്ടതൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും വേണ്ട, എനിക്കൊന്നും ആവശ്യമില്ല എന്നൊരവസ്ഥയിൽ എത്തുമ്പം ഒന്നും ആവശ്യമില്ലാത്തത് തിരഞ്ഞെടുക്കുന്നതിലൂടെ
ഒന്നും ആവശ്യമില്ലാത്തവനെ നിങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ദൈവത്തിന് വല്ലതും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല. ദൈവം നീഡ്സ് നത്തിങ്. ക്രിയേറ്റർ നീഡ്സ് നത്തിങ്. ഓൾമൈറ്റി നീഡ്സ് നത്തിങ്. അപ്പോൾ ഒന്നും വേണ്ടാത്തവൻ്റെ അവസ്ഥ ഏതാണോ ആ അവസ്ഥയാണ് നത്തിങ്നെസ്. ആ അവസ്ഥ നമ്മൾ ഡിസയറുകളെ അടിച്ചമർത്താതെ തന്നെ നാച്ചുറലി, ന്യൂട്രലി, ഇമോഷണലി നമ്മൾ ആ ലെയറിൽ എത്തിയിട്ട് ഐ നീഡ് നത്തിങ് എന്ന പോയിന്റിലെത്തുമ്പോൾ എനിക്കിനി ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന അവസ്ഥയിലെത്തുമ്പം യു മിറർ ദ ഡിവൈൻ ക്വാളിറ്റി. നിങ്ങളൊരു ഡിവൈൻ ക്വാളിറ്റിയെ മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേറ്റിലെത്തിയതിൻ്റെ പ്രത്യേകത എന്താ? ഇവനെ ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല, ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ നമുക്ക് എങ്ങനെ ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ അവരെ വീക്ക്നെസ് കയറി പിടിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ധനനഷ്ടം, അതിനെപ്പറ്റി സംസാരിക്കണം, നിങ്ങൾക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടാവേ. അല്ലെങ്കിൽ അവനെ സ്വാധീനിക്കണമെങ്കിൽ ധനലാഭത്തെപ്പറ്റി പറഞ്ഞു, ഇത് ചെയ്താൽ നിനക്ക് കുറേ ധനപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവേ. ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ അയാൾക്ക് പൈസ ഉണ്ടായാലും കുഴപ്പമില്ല, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ അയാളെ സ്വാധീനിക്കാൻ ആരും പണത്തിൻ്റെ വിഷയമായിട്ട് പോവില്ല. പിന്നെ മറ്റൊന്നെന്താണ്? അധികാരം. നിനക്ക് അധികാരം നഷ്ടപ്പെടാം, നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കുള്ള വില നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നിനക്ക് അധികാരം ലഭിക്കും, നിനക്ക് റെസ്പെക്റ്റ് കിട്ടും. ഇത്തരത്തിലുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. ആളുകളുടെ ഇമോഷണൽ നീഡുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നായിരിക്കും അവർ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നതിലൂടെ അറിയാതെ അവർ സെറ്റ് ചെയ്ത് പോകുന്നത്. ഇറ്റ് കംസ് ഫ്രം ദെയർ ഈഗോ. അവരുടെ ഈഗോ എന്ന് വരുന്ന നീഡുകളാണ്, ദ നീഡ്സ് ഓഫ് ദ നെഫ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇത്തരത്തിൽ ഒരു മനുഷ്യനെ സ്വാധീനിക്കണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഘടകം അവരുടെ ഡിസയറിൽ കിടക്കുന്നുണ്ടായിരിക്കണം. അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരാൾക്കും സ്വാധീനിക്കാൻ വേണ്ടി പറ്റൂല. ആ അവസ്ഥയിലെത്തുമ്പം മറ്റുള്ള ഒരാളാലും ഒന്നിനാലും സ്വാധീനിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെത്തുന്ന സമയത്ത് ഇവർക്ക് എന്തിനേയും പുറത്തേക്ക് സ്വാധീനിക്കാം. They can attract anything. None can attract them, none can influence them, but they can attract anyone. എന്തിനേയും ആകർഷിക്കാനുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ലെയർ ഓഫ് വൈബ്രേഷൻ അവരെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ നിർഗളിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? അവരെ ഹാർട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നത്തിങ്നെസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലാണ്. വീണ്ടും ഞാൻ ഡിസ്ക്ലെയിമർ വരുന്നു, ഇത് കേട്ട ഉടനെ തന്നെ 110 ആയിട്ട് എന്ത് ചെയ്യരുത്, ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റേ ശ്രീനിവാസൻ്റെ അവസ്ഥയിലേക്ക് പോരുത്. നമ്മൾ പതിയെ പതിയെ പാരലലി നമ്മളുടെ ആഗ്രഹങ്ങളോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് ആ ചോദ്യം ഇട്ട് കൊടുക്കേണ്ടത്? നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ചോദ്യം, എനിക്കിത് വേണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു, ഇൻ കേസ് എനിക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? നിങ്ങൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുമോ? നിങ്ങൾ ഭയങ്കര സാഡായിരിക്കുമോ? നിങ്ങൾ ഭയങ്കര ഹേർട്ടഡ് ആയിട്ടുള്ള ഫീലിങ്ങിലായിരിക്കുമോ? ഏത് അവസ്ഥയിലായിരിക്കും ഇരിക്കുക? എപ്പോഴും നമുക്ക് ലക്ഷ്യങ്ങൾ വേണം, ആഗ്രഹങ്ങൾ വേണം, നമ്മളത് മുന്നോട്ട് നയിക്കും. അതിനുവേണ്ടി പ്രയത്നിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം. അത് വേണ്ടാന്ന് ഒരിക്കലും പറയരുത്. പക്ഷെ അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരലലിയും ഇൻ കേസ് എനിക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്പോൾ ചില ആൾക്കാർ പറയും എന്നോട്, അത് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ ഡൗട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചില ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് നടക്കോ, ഇത് വർക്കൗട്ടാവോ, ഇത് എനിക്ക് എങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിലോ, ആ കൺസേൺ അല്ല ഞാൻ പറഞ്ഞത്. വളരെ ന്യൂട്രലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു തോട്ടിൽ നിന്നും ഇൻ കേസ് ഞാൻ അതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി അവസാനം ഇത് മൊത്തം നഷ്ടത്തിലാവുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നീ ഡിസ്റ്റർബ്ഡ് ആവോ? നീ പെയിൻഫുൾ ആവോ? ഇല്ല, ഇതിന് നഷ്ടങ്ങൾ വന്നാലും നേട്ടങ്ങൾ വന്നാലും രണ്ടിനും ഞാൻ ഓക്കെയാണ് എന്ന സ്റ്റേറ്റിലിരിക്കുമ്പം അയാൾക്ക് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്. അയാൾ നത്തിങ്നെസ്സിൽ നിന്നുകൊണ്ടാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളാണ് ശരിക്കും ഈ സറണ്ടറൻസിലും സബ്മിഷനിലും ഈ പറയാറുണ്ടല്ലോ, തവക്കൽത്തു അലല്ലാഹ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ഒരു സ്റ്റേറ്റിലാണ് അവരതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകൾക്കാണ് ഏതെങ്കിലും പദ്ധതികൾക്കോ കാര്യങ്ങൾക്കോ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അറ്റാച്ച്ഡ് ആകാതെ നത്തിങ്നെസ്സിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്തു പോവാം. അങ്ങനെ പോകുന്ന ആളുകൾക്ക് സാധാരണക്കാരെക്കാളും കൂടുതൽ വേഗത്തിൽ വിജയം വരുന്നതാണ് കാണാറുള്ളത്. അങ്ങനെയാണ് പൊതുവേ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വിജയം കിട്ടുമല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിജയിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതിയാലും നമ്മൾ വിജയത്തിനാണ് കൂടുതൽ വേണ്ടത് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. ദാറ്റ് നാച്ചുറാലിറ്റി, ദാറ്റ് ബാലൻസ്, ദാറ്റ് ന്യൂട്രാലിറ്റിയിൽ നിന്നുമാണ് നമ്മൾ ഈ പറയുന്ന നത്തിങ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്ച്വലി നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും എക്സാമിന് പോയി കഴിഞ്ഞാൽ മറന്നു പോകുന്നവരുണ്ട്, കിട്ടാണ്ടായി പോകുന്നവരുണ്ട്. അത് കഴിഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ മൈൻഡിലേക്ക് വരുന്നവരുണ്ട്. ഇപ്പോൾ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് കിട്ടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ വരുമോ എന്നുള്ള സംശയം, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൽ എങ്ങനെയെങ്കിലും എനിക്ക് പാസ്സാകണമെന്നുള്ള അറ്റാച്ച്ഡ് തോട്ട്, ഇതെല്ലാം കൂടി
ഉള്ളിലങ്ങ് കയറി നിറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ മൈൻഡിൻ്റെ ആ ബാലൻസ് നഷ്ടപ്പെടും. ഈ ബാലൻസ് നഷ്ടപ്പെട്ടാനുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ എഫേർട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് മെല്ലെ മൈൻഡിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ കൂടി വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളും നമുക്ക് മനസ്സിൽ നിന്ന് എടുത്തു കൊണ്ടുവരാൻ പറ്റും. അത്ര ഒരു തലം നമ്മുടെ മൈൻഡിനുണ്ട്. ചിലർ പറയാറുണ്ട് ആ സമയത്ത് എവിടുന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഉത്തരം വന്നതെന്ന് എനിക്കറിയില്ല. വി കോൾ ഇറ്റ് ആസ് ഇൻറ്റ്യൂഷൻ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഒരു കുട്ടിക്ക് ആവശ്യം പഠിച്ചു വെച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതുപോലെ തന്നെ മൈൻഡിൽ നിന്ന് എടുത്ത് പുറത്തിടുക എന്നുള്ളത് മാത്രമല്ല, പഠിക്കാത്ത കാര്യങ്ങളും ഒരിക്കലെങ്കിലും ആ ക്ലാസ് മുറിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മ കിട്ടുന്നത് പോലെ നമ്മളെ മെമ്മറി പോയിട്ട് അത് ഹിറ്റ് ചെയ്ത് പെട്ടെന്ന് എടുത്തു തരുന്ന രീതിയിലേക്ക് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുമ്പോഴാണ് അവർ കുറച്ചുകൂടി ഫാസ്റ്റ് പേസിൽ ഗ്രോ ചെയ്യുന്നവരായിട്ട് മാറാം. ഇത് പഠിക്കുന്ന കുട്ടിയുടെ വിഷയത്തിൽ മാത്രമല്ല, ബിസിനസ്സുകാരനാവട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും ലീഡർഷിപ്പ് എടുക്കുന്നവരാവട്ടെ, മാനേജ്മെൻറ്റ് റോളുള്ളവരാവട്ടെ, അവർക്കൊക്കെ ഇത് ആവശ്യമാണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാത്ത ചില ഇടങ്ങളിൽ നമ്മൾ പോലും അറിയാണ്ട് ഒരു കൈൻഡ് ഓഫ് ഇൻറ്റ്യൂഷൻ നമുക്ക് വരുമ്പം നമുക്കൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നത് പോലെയാണ്. അങ്ങനത്തെ പല മൊമെൻറ്റും പലർക്കും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, സ്മൂത്തായിട്ട് ഈ ഒരു സിസ്റ്റം നമുക്കുള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവിടെ ഈ പറഞ്ഞ നത്തിങ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വേണം. നത്തിങ്നെസ് എന്ന സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഡീപ്പർ ലെവലിൽ നിന്ന് പോലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മളെ മൈൻഡ് നമുക്ക് മെല്ലെ ഗൈഡ് ചെയ്ത് തരും. നമുക്ക് അറിയാത്തത് ഇൻ ദ സെൻസ് നമ്മുടെ ഓർമ്മയിലില്ലാത്തത്, ചിലപ്പോൾ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കേട്ട് മറന്നു പോയൊരു സംഭവം, അത്തരത്തിൽ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പം നമുക്ക് ഇന്നേ വരെ ഇല്ലാത്ത അനുഭവങ്ങളൊക്കെ ആകുമ്പോൾ പക്ഷേ എവിടുന്നോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലോ ആരോ ഒരു റെഫറൻസോ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്നും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് വന്ന് നമ്മളെ മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലൊക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് മൈൻഡ് നമുക്ക് നിന്ന് തരണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് നീഡിങ് നത്തിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, യു ക്യാൻ വിഷ് ഫോർ ഗ്രേറ്റ് തിങ്സ്. നിങ്ങൾക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ വെക്കാം, വലിയ ലക്ഷ്യങ്ങൾ വെക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ നീഡിങ് നത്തിങ്ങിൻ്റെ ബ്യൂട്ടി കൂടി ഇതിൽ ആസ്വദിച്ച് നിങ്ങളത് അച്ചീവ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയോറിറ്റി ഈ കാര്യം നേടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ കാര്യം നേടിയെടുത്തപ്പോൾ നീഡിങ് നത്തിങ് എന്ന സ്റ്റേറ്റ് കൂടി ഞാൻ നേടിയെടുത്തോ എന്നുള്ളതായിരിക്കണം. അപ്പോൾ ഞാൻ എന്തിനു സ്വപ്നം കാണുന്നു ചോദിച്ചാൽ ഈ സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നതിലൂടെ ഈ സ്വപ്നം എൻ്റെ കൈകളിൽ എത്താം എന്നതിനേക്കാളും മീതെ നത്തിങ്നെസ് ഞാൻ പഠിച്ചോ എന്നുള്ള. സാന്റിയാഗോനെ അങ്ങനെയല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. സാന്റിയാഗോന് വലിയ ആഗ്രഹങ്ങളായിട്ട് ഇറങ്ങാണ്. പക്ഷേ ആഗ്രഹങ്ങൾക്ക് പിറകെ പോയപ്പോൾ മൊത്തത്തിലെല്ലാം തകർന്നടിഞ്ഞ് ഒന്നും ഇല്ലാണ്ടായി. അപ്പോൾ ഈ ഒന്നുമില്ലാണ്ടാകുന്ന അവസ്ഥയിൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്നതും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും സഫീഷ്യൻ്റായി നിൽക്കാൻ പറ്റുന്നതും ഇനി എത്ര തന്നെ ഒന്നുമില്ലാണ്ടായാലും എത്ര തവണ വേണമെങ്കിലും റീബിൽഡ് ചെയ്യാനുള്ള മെൻ്റൽ സ്റ്റേറ്റിലെത്തിയപ്പം സാന്റിയാഗോ ഡിപ്പെൻഡ് ചെയ്തത് പണത്തിനെയല്ല, സാന്റിയാഗോ ഡിപ്പെൻഡ് ചെയ്തത് അവസരങ്ങളെയല്ല. സാന്റിയാഗോ പതിയെ അവനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ, അവൻ്റെ ഉള്ളിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും സർവൈവ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വന്നു. ആ മസിൽ ബിൽഡ് ചെയ്ത് വന്നപ്പം ത്രൂ ഇമോഷണൽ ഇൻ്റലിജൻസ്, ത്രൂ എക്സ്പീരിയൻസ്, അത് ബിൽഡ് ചെയ്ത് വന്നപ്പം സാന്റിയാഗോ എത്തിയിരിക്കുന്നത് ഏത് പോയിന്റിലാണ്? ഇനി എനിക്ക് 100 ആടുകളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ 50 ആടുകളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇനി എത്ര വേണമെങ്കിലും എനിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. എത്ര തവണ നഷ്ടപ്പെട്ടാലും വീണ്ടും എനിക്കത് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ ആ ഇക്വേഷൻ, ആ ഫോർമുല ഓഫ് ക്രിയേഷൻ പഠിച്ചിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്നവനും ആഗ്രഹങ്ങൾ മരിപ്പിക്കുന്നവനും ഒരാൾ തന്നെയാണ്. ആഗ്രഹങ്ങൾ ജനിപ്പിച്ച് ആഗ്രഹങ്ങളെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നതും ഒരുവൻ തന്നെയാണ്. ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രയത്നിപ്പിച്ചിട്ട് അത് തരാതെ പോകുന്നവനും ഒരുവൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സീക്രട്ട്? ചിലരെ കൊണ്ട് വല്ലാണ്ട് ആഗ്രഹിപ്പിക്കുന്നു, ആഗ്രഹിച്ച് അതിൻ്റെ പിറകെ നടന്ന് കുറേ സമയം നഷ്ടപ്പെടുന്നു, ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് അവർ ദുരന്തമായിട്ട് മാറുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. അവർക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇനിയും നമ്മൾ പോകണം. എന്നാൽ വേറെ ചില ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നത് നേടുന്നു, അവരുടെ കൈകളിലേക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ എത്തിപ്പെടുന്നു. ഇതൊക്കെ ഒരു കരം തന്നെയാണ് ഇതിൻ്റെ പിറകിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആഗ്രഹങ്ങൾ നടത്തി തരുതലാണോ മുകളിലുള്ളവൻ്റെ ഉദ്ദേശം? ആഗ്രഹിപ്പിച്ച് കൊതിപ്പിച്ച് തരാതിരിക്കലാണോ മുകളിലുള്ളവൻ്റെ ഉദ്ദേശം? ഇവിടെയാണ് നമ്മൾ തോറ്റുപോണത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അവൻ ആഗ്രഹിപ്പിച്ചു അവൻ തരണം, അവൻ ആഗ്രഹിപ്പിച്ചു അവൻ തന്നില്ല എന്നതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുക എന്ന അവസ്ഥയോടൊപ്പം അവൻ എന്തോ ഒന്ന് പരിശീലിപ്പിക്കാൻ കൂടി പരിശ്രമിക്കുന്നുണ്ട്. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ സംഭവം കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല നോക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇൻറ്റേർണൽ വേൾഡിൽ ഡിവൈൻ ക്വാളിറ്റി റിഫ്ലക്റ്റ് ചെയ്ത് ഒരു സ്റ്റേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം.
ഓരോ പരിശീലനം ഞാൻ പറയാറുണ്ട്. ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഇൻറ്റേർണൽ അസറ്റ് കൂടിയെന്നാണ് നോക്കണ്ടേ. നമ്മുടെ ഇൻറ്റേർണൽ വെൽത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എക്സ്റ്റേണൽ വെൽത്ത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. കോമ്പൗണ്ടിങ് ഇഫക്റ്റിലൂടെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഒരാൾക്ക് ലക്കിന് മറ്റേ ലോട്ടറി എടുക്കുന്നു, ലക്ക് കാരണം ലോട്ടറി അടിക്കുന്നു. ഇയാൾക്ക് ഇൻറ്റേർണൽ അസറ്റ് ഇല്ല, മണി മാനേജ് ചെയ്യാനില്ല. എന്നതുകൊണ്ട് തന്നെ മിക്കവാറും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി ഒരു മെജോറിറ്റി ആളുകൾക്കും കുറച്ച് സമയം കൊണ്ട് അത് കഴിഞ്ഞു പോകും. കാരണം ഇത് ബിൽഡ് ചെയ്യാനുള്ള മേക്ക് ചെയ്യാനുള്ള ഇൻറ്റേർണൽ അസറ്റ് അവർക്കില്ല. ഇതൊരു ലക്കിന് അങ്ങ് സംഭവിച്ചു വന്നു എന്നുള്ളതാണ്. എന്നാൽ അനുഭവം കൊണ്ട് ഇൻറ്റേർണൽ അസറ്റ് ബിൽഡ് ചെയ്ത ഒരു ഓൺട്രപ്രണറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുപോലെ ഒരുപാട് തവണ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ സംഭവം മൾട്ടിപ്പിൾ ടൈം അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. വൈ? അവർക്ക് അത് എത്ര തവണയും ബിൽഡ് ചെയ്യാനുള്ള ഇൻറ്റേർണൽ അസറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ദൈവത്തിനോട് ചോദിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പം ആ ചോദിച്ചതുപോലത്തെ 100,000 കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ക്വാളിറ്റി മൊത്തത്തിൽ നിങ്ങൾക്ക് തരാനാണ് തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചോദിച്ചപ്പോഴേക്ക് ഭാഗ്യത്തിന് അതങ്ങ് റെഡിയാക്കി തന്ന്, ലക്കിന് അങ്ങ് എക്സാം പാസ്സായി, അല്ലെങ്കിൽ ഭാഗ്യത്തിന് അതങ്ങ് ശരിയായ പൈസ അങ്ങ് കിട്ടി, അങ്ങ് ലക്കിന് കാര്യം നടന്ന് പോകാമെന്നാണ് പലരും ചിന്തിക്കാറില്ലേ. ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ പലരുടെയും ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ലഭിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു ലഭിക്കുന്നു, എൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ എഫേർട്ടൊന്നും ഇല്ലാണ്ട് കാര്യം നടക്കുന്ന കർമ്മ പദ്ധതിയാണ് പ്രാർത്ഥന എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അതങ്ങനെയല്ല. എന്നതിനപ്പുറത്തേക്കും പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ തുനിയുന്ന സമയത്ത് തമ്പുരാൻ്റെ ഉദ്ദേശം നിങ്ങൾ പറയുന്നത് ഒരു കഷ്ണം മീൻ എന്ന് കിട്ടണമേ എന്ന് ചോദിക്കുമ്പം ചോദിച്ചവനോട് അത്രമാത്രം കാരുണ്യമുള്ളവനായതുകൊണ്ട് തന്നെ ദൈവം ഉദ്ദേശിക്കുന്നത് നീ എന്തിനോ ഓരോ ദിവസം വന്ന് എന്നോട് ഒരു കഷ്ണം മീൻ തരുമോ എന്ന് ചോദിക്കുന്നത്. അതിന് ബദലായിട്ട് നിനക്ക് മീൻ പിടിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം എന്നുകൊണ്ട് ചോദിച്ച ആദ്യത്തെ ദിവസം നിനക്ക് മീൻ നിൻ്റെ കയ്യിൽ എത്തിക്കൊള്ളണമെന്നില്ല, രണ്ടാമത്തെ ദിവസം എത്തിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഇരിക്കായിരിക്കും, ഇപ്പം വരും മീൻ കഷ്ണം, ഇപ്പം വരും മീൻ വരുന്നേ ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ദൈവത്തിനോട് ദേഷ്യം തോന്നും, ചോദിച്ചിട്ടൊന്നും തന്നില്ലല്ലോ, ഇനിയിപ്പം എന്ത് ചെയ്യും, വിശന്നിട്ട് വയ്യ, ഒന്ന് എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് നോക്കട്ടെ, അപ്പേ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുള്ളൂ. ചുറ്റിൽ ആരും ഉണ്ടായിരിക്കില്ല. സാധാരണ ഇവിടെ ആരെങ്കിലുമൊക്കെ തരാനുണ്ട്, അവരെയും കാണുന്നില്ല. വല്ലാത്ത ക്രൂരൻ തന്നെ ദൈവം. പക്ഷെ ക്രൂരനായ ദൈവം എന്ന് നിങ്ങൾ ധരിക്കുമ്പം ആ ദൈവം നിങ്ങൾക്ക് കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളെ അവിടുന്ന് എണീപ്പിക്കുകയാണ്. മാക്സിമം ചൂട് തന്നിട്ട്, മാക്സിമം ഒറ്റപ്പെടുത്തൽ തന്നിട്ട്, ഇങ്ങനെ ഇരുന്നുകൊണ്ടൊന്നും എൻ്റെ കാരുണ്യം കിട്ടൂല. കാരണം ഞാൻ നിനക്ക് തരാനിരിക്കുന്ന ഗിഫ്റ്റ് നിന്നെ പരിശീലിപ്പിച്ച് നീ ഇനി ഒരിക്കലും എന്നോട് അപ്പക്കഷ്ണം തരണമേ എന്ന് ചോദിക്കാത്ത അവസ്ഥയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മീൻ പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ നീ എത്തണം. അപ്പം ആരെയും കാണാതിരിക്കുന്ന സമയത്ത് ഇവനായി തന്നെ നദിക്കരയിൽ പോയിട്ടോ അല്ലെങ്കിൽ പുഴക്കരയിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ഇവൻ തന്നെ നോക്കും, ഒന്നും കാണാല്ലേ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പോഴും അവൻ പറയും എനിക്ക് മീൻ പിടിക്കാനൊന്നും അറിയില്ല. പക്ഷെ വിശന്നിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പിടിക്കലിനെ പറ്റി ആലോചിക്കല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു കല്ലെങ്കിലും എടുത്ത് അറിയാൻ നോക്കല്ലോ. അങ്ങനെ എറിഞ്ഞിട്ട് മീനൊന്നും കിട്ടൂല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും എവിടെ എറിയുമ്പോൾ ആ മീൻ തെറിച്ചു പോകുന്നത്, എവിടെ ആ മീൻ അറിയാതെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ആ പുഴയും മീനും പ്രപഞ്ചവും പ്രകൃതിയും തമ്മിൽ നമ്മൾ അറിയാതെ ഒരു റിത്തം ഉണ്ടാക്കിയെടുക്കും. അറിയാത്ത ഏത് കാര്യവും അങ്ങനെ തന്നെ നമ്മൾ സ്വായത്തമാക്കിയെടുക്കാറില്ലേ. ദൈവം നിന്നോട് പറയാടാ മണ്ട, നിനക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു സാധനം ഉള്ളിൽ തന്നിട്ടാണ് വിട്ടിട്ടുള്ളത്. അപ്പം നീ എന്നോട് പ്രാർത്ഥിക്കുന്നതിലൂടെ നിനക്ക് പ്രയത്നിക്കാൻ കൂടിയുള്ള ടെൻഡൻസി ഉണ്ടാവണം. പ്രയത്ന മനോഭാവം ഇല്ലാതെ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറുതെയാണ്. ആ പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവും കിട്ടാനില്ല. നിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഈ പോളിസി അറിയണം, ഈ ഫോർമുല അറിയണം. എനിക്കിതൊക്കെ തരുന്നവൻ, ആ തരുന്നവൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്വയം പര്യാപ്തതയോടുകൂടി നേടിയെടുക്കുന്ന ലെവലിലേക്ക് നിന്നെ എത്തിക്കാനാണ് മുകളിലുള്ളവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണല്ലോ എന്നോട് നോ പറഞ്ഞവരൊക്കെ താങ്ക് യു എന്ന് ഐൻസ്റ്റീൻ എഡിസൺ പറഞ്ഞല്ലോ. എന്നോട് നോ പറഞ്ഞവരോടൊക്കെ താങ്ക് യു, കാരണം അവർ നോ പറഞ്ഞത് കൊണ്ട് ഞാനത് സ്വയം ചെയ്യാൻ വേണ്ടി പഠിച്ചു എന്നുള്ളതാണ്. അപ്പം ചില നോകൾ നല്ലതാണ്, ചില നഷ്ടങ്ങൾ നല്ലതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ അത് നേടിയെടുക്കുന്നതോട് കൂടിയിട്ട് കൂടുതൽ കംഫർട്ട് ആവാനോ കൂടുതൽ ലക്കിൽ വിശ്വസിക്കാനോ ഒക്കെ നമ്മൾ നോക്കണതെങ്കിൽ ഈ ആൽക്കെമിസ്റ്റിൽ പറഞ്ഞ തുടക്കക്കാരൻ്റെ ഭാഗ്യം എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ പ്രയത്നിക്കൽ അത്യാവശ്യമാണെന്നുള്ള ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കോട്ടാണ് ആക്ച്വലി നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവറിത്തിങ്. അപ്പോൾ എല്ലാം നമുക്ക് കൊണ്ടുവരാം, നമുക്ക് ലക്ഷ്യങ്ങൾ വേണം, ആഗ്രഹങ്ങൾ വേണം, എല്ലാം വേണം എന്നുള്ള. പക്ഷേ ഇതിനോടൊപ്പം തന്നെ അത് വേഗത്തിലാക്കാൻ, ഏതൊരു കാര്യവും വേഗത്തിലാക്കാൻ പറ്റിയ പണി എന്താ? ഒരു പെണ്ണിൻ്റെ പിറകെ നടക്കുന്നു, എന്നും നടത്തുന്ന അവൾ നോക്കും എത്ര ദിവസം വരുന്നു നോക്കാന്ന്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ പണിക്കൊന്നും ഇന്നില്ല, ഞാൻ നിൻ്റെ പിറകെ നടക്കാറുന്നില്ല, ഞാൻ എൻ്റെ പാട്ടിന് പോവാം,
എന്ന് പറഞ്ഞു തുടങ്ങുന്ന പോയിന്റ് മുതലായിരിക്കും അവൾ പിന്നെ ഇങ്ങോട്ട് നോക്കി തുടങ്ങുക. അല്ല പോവല്ലേ, എന്താണ് ഇന്ന് കണ്ടില്ലല്ലോ, വന്നില്ലല്ലോ, ശരിക്കും പറഞ്ഞു തന്നെയാണ്, കുറച്ച് ദിവസം പിറകിലുണ്ടായിരുന്നല്ലോ, എനിക്ക് അവനോട് താല്പര്യമൊന്നുമില്ല, എന്നാലും ഇന്ന് കാണാഞ്ഞിട്ട് എന്തോ ഒരു പോലെ, എന്ത് പറ്റി, ഇങ്ങനത്തെ ചിന്തകളൊക്കെ കടന്നു കൂടുന്നത് നമുക്കത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്നല്ല. പല ആൾക്കാരും പലരെയും കൈയടക്കി ഭരിച്ചത് എങ്ങനെയാണ്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയ ശേഷമാണ് ആരും ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന അവസ്ഥയിലായി കഴിഞ്ഞാൽ നോ മറ്റുള്ളവരെ നോ അങ്ങനെ പറയാൻ പാടില്ല, ഈ രീതിയിലായിപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥകൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ നത്തിങ്നെസ് എന്നതായിരിക്കണം നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിലൂടെ ഒക്കെ, ലക്ഷ്യം വെക്കുന്നതിലൂടെ ഒക്കെ, നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിലൂടെ ഒക്കെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ നീഡിങ് നത്തിങ് എന്ന സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടോ. ചില ആൾക്കാർ മടുത്തിട്ട് പറയും എനിക്കിന്നൊന്നും വേണ്ട, അത് ഇമോഷൻ ഉണ്ട്, അതല്ല. അവിടെ ഒരു പെയിൻ ഉണ്ട്, അവിടെ ഒരു കടമുണ്ട്, ഒരു നഷ്ടബോധമുണ്ട്. ആ നഷ്ടബോധത്തിൽ നിന്നും ഞാൻ കുറേ നോക്കി, ഒന്നും നടക്കുന്നില്ല, എനിക്കിനി ഒന്നും വേണ്ട, മടുത്തു എന്ന് പറഞ്ഞ് നിർത്തുന്ന ആ മനോഭാവത്തിൽ നിന്നല്ല അത്. അതുപോലെ തന്നെ എനിക്കെല്ലാം കിട്ടാനുള്ള രഹസ്യമാണ് നീഡിങ് നത്തിങ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ ഇപ്പുറത്ത് പോയിട്ട് എനിക്കൊന്നും വേണ്ടെന്ന് പറയും, കിട്ടുമല്ലോ അല്ലേ, എനിക്കൊന്നും വേണ്ട, അത് കിട്ടല്ലോ അല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുമെന്നല്ലേ പറഞ്ഞു. അവസാനം എൻ്റെ അടുത്ത് വന്നിട്ട് ഗൈഡല്ലേ പറഞ്ഞ നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവരിത്തിങ്, എനിക്കൊന്നും കിട്ടിയില്ല ഗൈഡ്, നിങ്ങൾ എന്തിനാ അത് പഠിപ്പിച്ച് വെച്ചാൽ ഞാൻ പറയും നിങ്ങൾ നത്തിങ്നെസ്സിലേ അല്ല, നിങ്ങളെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് കിട്ടുമല്ലേ എന്ന് ചിന്തിക്കുമ്പോഴും കൂടുതൽ ഇമോഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കിട്ടുക എന്നതിലേക്കാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഉള്ളിൽ, അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ആയവരുടെ ഉള്ളിൽ പിന്നെ എന്താണ് അവർക്ക് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം ആയതിന് മീതെ അവർ ഇതിനൊന്നും തരാൻ പറ്റാത്തൊരു സന്തോഷം, ഇതിനൊന്നും തരാൻ പറ്റാത്ത ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി, അതിനെന്തിന് തരാൻ പറ്റുമെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ അത് അന്വേഷിക്കും. ആ അന്വേഷണത്തിൽ അവർ ബോധ്യപ്പെടുന്നു എൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷമാണ്. ഞാൻ ലാസ്റ്റ് റൂമി നൈറ്റ് സക്സസ്ഫുൾ ആക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം താങ്ക് യു കേട്ടോ. ഒരുപാട് കമൻറ്റ്സ് കണ്ടു, റിവ്യൂസ് കണ്ടു, ഇറ്റ് വാസ് വണ്ടർഫുൾ. കാരണം ടോപ്പിക് കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് കൂടി ഞാൻ മനസ്സിലാക്കുന്നത്. ഇടയിൽ പറയാൻ വിട്ടുപോയത്, ഒരുപാട് താങ്ക്സ് അത്രയും ഗ്രേറ്റ് സക്സസ് അതാക്കി തന്നതിന്. അപ്പോൾ ലാസ്റ്റ് റൂമി നൈറ്റിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്, പല ആഗ്രഹങ്ങളാണ്. ചിലർക്ക് ആരോഗ്യം മെച്ചപ്പെടാമെന്നുള്ളതായിരിക്കും പല ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ ജനിപ്പിക്കുന്ന ദൈവം തന്നെയാണ്. പക്ഷെ ആഗ്രഹങ്ങൾ പലതായിക്കോട്ടെ, ഈ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് മാനസികാവസ്ഥയിലെത്തുന്നു, അതാ ശരിക്കും നമുക്ക് വേണ്ടത്. എനിക്ക് മാർക്ക് ഉണ്ടാകണം, മാർക്ക് കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും, അല്ലെങ്കിൽ മാർക്ക് കിട്ടിയാൽ എനിക്ക് സമാധാനമാകും. എനിക്ക് വീട് വേണം, വീട് കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടി സ്വസ്ഥത ഉണ്ടാവും, എനിക്ക് കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കാംനെസ് ഉണ്ടായിരിക്കും. നമ്മൾ എന്തിൻ്റെ പിറകെ പോയാലും അതിൻ്റെ എൻഡിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കലി നമ്മളത് അച്ചീവ് ചെയ്യുമ്പോൾ മെൻ്റലി എന്തോ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കലി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ദ തിങ് ഈസ്, അതിൻ്റെ എൻഡിൽ സംഭവിക്കുന്നത് ഇൻറ്റേർണലി നമുക്ക് ലഭിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എക്സ്റ്റേണലി വേണ്ട എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് കിട്ടി, കംപ്ലീറ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടും ഒരാൾക്ക് തോന്നാണ് ഇതൊക്കെ ആണെങ്കിൽ കൂടി എനിക്ക് വേണ്ട എന്തോ ഒന്നുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ അതെന്താ മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുക, നമ്മൾ ഈ പുറത്ത് തിരഞ്ഞതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പുറത്ത് തിരഞ്ഞത് ഒന്നുമില്ലെങ്കിൽ കൂടി അകത്ത് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമുണ്ട്. അത് കണ്ടെത്തുന്നതോടുകൂടി പുറത്ത് വേണ്ടതൊക്കെ ഒരു ഓപ്ഷനായിട്ട് മാറും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ അകത്ത് നിന്നത് കണ്ടെത്തിയത് കൊണ്ട് ദൂർത്ത്, ലാവിഷ്, ലക്ഷറി, ഓവർ സ്പെൻഡിങ്, ഓവർ നീഡ്സ്, അറ്റാച്ച്മെൻറ്റ്, ഗ്രീഡ്, ഇതൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് വേണമെങ്കിൽ ഒരു ആൽക്കമിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർക്ക് ഓപ്ഷനാണ്, ഇഫ് ദേ നീഡ് വെൽത്ത് they opt wealth, but that wealth cannot control them, cannot master them എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എത്താനുള്ള സാധ്യത എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും ഈ സ്റ്റേറ്റ് എത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പോയിന്റാണ് നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവറിത്തിങ് എന്നുള്ളത്. ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന സംഭവമാണ്, ഒന്നുമില്ല എന്നുള്ളത് എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയാണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നത്തിങ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ യു ആർ ആക്ച്വലി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നത്തിങ്നെസ് എന്ന് വയ്ക്കാം, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ എം ടോട്ടലി ഓക്കെ. ഇപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് നത്തിങ്നെസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പോലും അതില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വെക്കലെവിടെ സ്നേഹമുള്ളിടത്താണ്. ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു, നിങ്ങൾക്കിഷ്ടം കുഴിമന്തിയാണ്, എന്നാൽ നിങ്ങളെ കൂടെ വന്ന ആൾക്ക് ഇഷ്ടം അൽഫാമാണ്. അപ്പം നിങ്ങൾ സാധാരണ വീട്ടുകാരുടെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കുഴിമന്തി കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ കുഴിയിലാക്കണ അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ സംസാരം. അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അല്ലേ, എനിക്ക് മന്തി മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ അവർക്ക് അൽഫാമാണ് ഇഷ്ടമെങ്കിൽ
നിങ്ങൾക്ക് അവിടെ കുഴിമന്തി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ഇല്ലെങ്കിലും ഒക്കെ ഒരു പരാതിയും ഒരു പ്രശ്നവുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാം, ഇല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? നമ്മൾ നത്തിങ്നെസ്സിലാണ്. പേരറിയാത്ത ഒരു ആൾ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു, കാലി വയറാണെന്ന്. ഞാനും കാലി വയറിൽ തന്നെ ആയിരിക്കണത്. ഇങ്ങനെ നത്തിങ്നെസ് പഠിക്കുക. ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിൽ ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ ആക്രാന്തി വരാതെ ഇങ്ങനെ കാമായിട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന അവസ്ഥയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നത്തിങ്നെസ്സില്ല. ആ കമൻറ്റ് എഴുതാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നത്തിങ്നെസ് ഇനിയും പഠിക്കേണ്ടതായിരിക്കുന്നു. ഇതൊന്നുകൂടി കണ്ട് പരിശീലിച്ചിട്ട് എന്ത് ചെയ്യുക, ആ അവസ്ഥയിൽ നമ്മൾ എത്താൻ വേണ്ടി നോക്കാമെന്നുള്ളതാണ്. നത്തിങ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്തിൻ്റെ പിറകെ പോവാണ്. എന്താ ഞാൻ പറയും, മന്തിൻ്റെ പിറകെ അല്ല പോകേണ്ടത്. നമ്മൾ നത്തിങ്നെസ് പഠിച്ചെടുക്കാനാണ് അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. തമാശ പറഞ്ഞ കേട്ടോ, കാര്യമാക്കണ്ട. കാര്യമാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഒരു ഫോർഗിനെസ് എഴുതിക്കോളാം, ടോട്ടലി ഫൈൻ. ഏതായാലും ഈ രീതിയിൽ ദ തിങ് ഈസ്, നമുക്ക് എവിടെയാണ് ഈ പറയുന്ന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടോട്ടലി ഫൈൻ എന്ന് പറയാം, നമുക്ക് ഇഷ്ടമുള്ള കൊടുത്താൽ. എന്നാൽ ഇതൊക്കെ തരുന്ന ദൈവവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്തരൊരു സ്നേഹം ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നീ തന്നാലും കുഴപ്പമില്ല, തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തരാണെങ്കിൽ ബോണസ്, തന്നിട്ടില്ലെങ്കിലോ കോമ്പൗണ്ട് ഇഫക്റ്റ് ആണല്ലോ, അത് അതിനേക്കാളും വലിയ ബോണസാണ്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് അങ്ങ് നമ്മൾ വിട്ടുകൊടുക്കും. അപ്പോൾ ഞാനീ പറഞ്ഞ നത്തിനെസ് ഒക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ നടക്കോ? ചില ലെഫ്റ്റ് ബ്രെയിൻ തിങ്കേഴ്സ് ഉണ്ടായിരിക്കും, അനലിറ്റിക്കൽ ലോജിക്കൽ. ഇതൊക്കെ പോസിബിൾ ആണോ? മനുഷ്യനല്ലേ, മനുഷ്യന് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, മനുഷ്യന് അങ്ങനെയല്ലേ, അതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നും. ഞാനതൊന്നും വേണ്ടാന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ടോക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് ടോക്ക് ചെയ്തത്. എക്സ്ട്രീം ആയിട്ട് ഒരിക്കലും ഇതേ പറ്റൂ അങ്ങനെ പറയാറില്ല. ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഞാൻ നത്തിങ്നെസ് പറഞ്ഞതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് പറഞ്ഞാൽ ആഗ്രഹിക്കണം, ആഗ്രഹിച്ചോളൂ, അതിനോടൊപ്പം നത്തിങ്നെസ് കൂടി ഫിൽ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഇതൊക്കെ നടക്കുമോ ചോദിക്കുന്നവരോട് ഞാനെപ്പോഴും പറയാനുള്ളത്, അത് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണത് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ രഹസ്യം അറിയാത്തതുകൊണ്ടാണ്. സ്നേഹമുള്ളിടത്ത് ഇതൊക്കെ വർക്കൗട്ട് ആവാറുണ്ട് എന്നുള്ളതാണ്. അത് അവിടെ അത്ഭുതമായിരിക്കും. ഇപ്പം നമ്മുടെ കുടുംബത്തിലോ ഒക്കെ തന്നെ ചില ആൾക്കാരെ വീട്ടിൽ ഇന്നേ വരെ പണിയെടുക്കാത്ത ചില കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവർ പഠിക്കാനൊക്കെ ഉണ്ടായിട്ടായിരിക്കും കേട്ടോ, ഇനി അങ്ങനെയുള്ളവർ അത് ചിന്തിക്കേണ്ട. അപ്പം ഇന്നേ വരെ ഒരു പണിക്ക് ഒന്നും നിൽക്കാത്ത കുട്ടി, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ കാണാം, നേരത്തെ തന്നെ എണീറ്റിട്ട് ഭയങ്കര ഇതായിട്ട്, അന്നും ഒരു എക്സ്ക്യൂസ് ഒന്നുമില്ല, ഫുള്ള് വൃത്തിയാക്കുന്നു, സെറ്റാക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും, ഇന്നെന്താ ഇവിടെ, ഇതെന്താ 8ാമത്തെ അത്ഭുതമാണോ, ഇന്നെന്താ കാക്ക മലർന്നു പറക്കോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. ഇതെങ്ങനെ സംഭവിക്കുന്നത്, എന്ത് അത്ഭുതമാണ് സംഭവിക്കണേ? അവിടെയാണ് ഇഷ്ടം, അല്ല അവിടെയാണ് സ്നേഹത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തേക്കാൾ, ഇഷ്ടബന്ധത്തേക്കാൾ കൂടുതലായിരിക്കണം അത് നടത്തി തരുന്നവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അപ്പോൾ അത് നടത്തി തരുന്നവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതിനേക്കാളും മീതിയാകുമ്പോൾ നമ്മൾ ഇതെന്താ, ആഗ്രഹമൊക്കെ ഉണ്ട്, കിട്ടിയാൽ സന്തോഷം, തന്നിട്ടില്ലെങ്കിലും സന്തോഷം. കാരണം എന്താണ്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഇവിടെ താല്പര്യമുള്ളൂ. ഈ ഒരു സ്നേഹബന്ധത്തിൽ പ്രൊവൈഡറും റിസീവറും തമ്മിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് അവിടെ മാറ്റർ അല്ല. ഇവിടെ പലപ്പോഴും പല ആൾക്കാരെ സംബന്ധിച്ചോളം ദൈവത്തിന് ഉദ്ദേശിച്ചാൽ ഈ ഡെലിവറി ബോയിനെ പോലെയാണ്, ഇങ്ങനെ വീട്ടിൽ കൊണ്ടുതരുന്ന ആളാണ്. എന്തേ എത്തിയില്ലേ, സമയം കുറേ ആയല്ലോ, ഞാൻ നേരത്തെ ഓർഡർ ചെയ്തിരിക്കണമല്ലോ, എന്താ കിട്ടാത്തത്, നിങ്ങൾ എവിടെ എത്തി, ഇതെന്താ ഇത്ര, നിങ്ങളുടെ സർവീസ് ഭയങ്കര മോശമാണല്ലോ. ഈ രീതിയിൽ ഡെലിവറി ബോയിനോട് സംസാരിക്കണ പോലെയാണ് പല ആൾക്കാരും ദൈവവുമായിട്ടുള്ള ബന്ധം. കാരണം ഈ പ്രൊഡക്റ്റിലാണ് ഇവരെ ഫോക്കസ്. ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നു, വൈ ഇറ്റ് ഈസ് നോട്ട് റീച്ചിങ് മൈ ഹോം, ഇതാ പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കണേ. എന്നാൽ പ്രൊഡക്റ്റിൻ്റെ മീതെ പ്രൊവൈഡറുമായിട്ട് റിസീവറും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബന്ധത്തിലായി കഴിഞ്ഞാൽ ഈ കോളും ഈ കോണ്ടാക്റ്റാണ് അവരുടെ രസം. അപ്പം രാമൻകുട്ടി വിളിച്ച മാതിരി, നാളെ ഞാൻ 5 മണിക്ക് ഫ്രീ ആണ്, ആണോ, ഞാൻ 3 മണിക്കും ഫ്രീ ആണ്, വേണമെങ്കിൽ 3 മണിക്കാകാം. കാരണം ഈ ബന്ധം പുതുക്കുക എന്നുള്ളതാണ്, ഈ ബന്ധത്തിലാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ നത്തിങ്നെസ്സിലാണ് പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടണമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നൊരു ചോദ്യമുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ടാവൂല എന്ന അവസ്ഥയില്ലാതെ, കിട്ടണമെന്ന് അതിയായി ആഗ്രഹിച്ചു തന്നെ, പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിലും ഐ വോണ്ട് ലെറ്റ് യു, അല്ലെങ്കിൽ ഐ വോണ്ട് ടേക്ക് ഇൻ ടു ദാറ്റ് ട്രബിൾ എന്നൊരു പോയിന്റിൽ എത്തിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ പറയാറുണ്ടല്ലോ, ഈ എക്സ്പെക്റ്റേഷൻ പലപ്പോഴും പല ബന്ധങ്ങളും നശിപ്പിക്കാറുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞത് അങ്ങനെയാവും, ഇങ്ങനെയാവും, ഇങ്ങനെ ലഭിക്കും, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇതിലേക്ക് ഈ എക്സ്പെക്റ്റേഷൻ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ മറ്റുള്ളവർ ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ, കിട്ടിയിട്ടില്ലെങ്കിലോ നിരാശ ഉണ്ടാവോ? അതിപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന ആൾക്കാരനുസരിച്ചിരിക്കും. നത്തിങ്നെസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നിരാശ ഉണ്ടാവില്ല, അല്ലാത്തവർക്ക് നിരാശയുടെ അങ്ങേ അറ്റത്തിലാവും, യാതൊരു സംശയമില്ല. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിരാശ പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് ദ ഫാക്ട്സ്. അപ്പോൾ നമ്മൾ അവിടെയാണ് എത്തേണ്ടത്. കിട്ടിയിട്ടില്ലെങ്കിൽ നിരാശ ഉണ്ടാവുമോ എന്നൊരു കൺസേൺ നമുക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളത് പഠിച്ചിട്ടില്ല.
നമ്മൾ നത്തിങ്നെസ്സിൽ എത്തിയിട്ടില്ല. ആ കൺസേൺ തന്നെ ആക്ച്വലി അതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു, ഞാനത് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, വലിയ സ്വപ്നങ്ങൾ കാണും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, എനിക്ക് എൻ്റെ ഉള്ളിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവോ, ഇങ്ങനൊരു കൺസേൺ വരുന്നെങ്കിൽ എനിക്ക് എന്നെ അറിയില്ല എന്ന് അതിൻ്റെ അർത്ഥം. എനിക്കിപ്പം പറയാൻ പറ്റണ്ടേ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, അതെനിക്ക് അറിയൂല, ഞാൻ അപ്പോൾ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്കറിയില്ല. എൻ്റെ സെൽഫ് അവെയർനെസ് വളരെ കുറവാണ്, ഞാൻ എൻ്റെ ഫുൾ സെൽഫിൽ നിന്നിട്ടല്ല അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സെൽഫ് പ്ലാൻഡും സെൽഫ് അവെയർനെസ്സിലും അല്ലാത്ത ആൾക്കാർ സ്വപ്നം കണ്ടാലുള്ള അപകടമാണ്. അങ്ങനെ ആവുന്നതോടുകൂടിയിട്ട് സ്വപ്നം കാണാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി അതിയായി പ്രാർത്ഥിച്ചു, അത് നടന്നില്ല, അതോടുകൂടി എൻ്റെ എക്സ്പെക്റ്റേഷൻ മുകളിലുള്ള ആൾ മീറ്റ് ചെയ്തില്ല എന്ന രൂപേണ പിന്നെ മുകളിലുള്ള ആൾക്ക് ഇല്ലാത്ത കുറ്റം ഉണ്ടായിരിക്കില്ല. അവർ കംപ്ലീറ്റ് ബ്ലെയിമിലായിരിക്കും. എന്നാലത് നടന്നില്ലല്ലോ, എന്നാലത് കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് മുന്നേ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴും നിരാശയും ബ്ലെയിമും ആണ് കിടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ അത് വല്ലാണ്ട് സ്വാധീനിക്കും, നിങ്ങളുടെ മുന്നോട്ടുള്ള മാനിഫെസ്റ്റേഷൻസിനെയും അത് വല്ലാണ്ട് സ്വാധീനിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, അതൊന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിനെ റീഫ്രെയിം ചെയ്യുങ്ങനെ, അത് കിട്ടാത്തത് നന്നായി എന്ന പോയിന്റിൽ എത്തിക്കാൻ നമ്മൾ മനസ്സിലാവും. അപ്പോൾ കിട്ടാതിരിക്കുന്നതും ഭയങ്കര സംഭവം അല്ലേ. അങ്ങനെ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, അവരുള്ളിൽ അറിയാണ്ട് ഇങ്ങനെ പറയും, ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു. കാരണം എന്താ, കിട്ടാത്തോടത്തോളം അതിനേക്കാളും ബെസ്റ്റ് കിട്ടിക്കണേ. കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിലും ഞാനും ഓക്കെ. കാരണം എന്താ, അതിനേക്കാളും ബെസ്റ്റ് എൻ്റെ ലൈഫിൽ പലപ്പോഴും കിട്ടാറുണ്ട്. ഈ ഒരു സ്റ്റേറ്റിലെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് ആർക്കും തലവേദന ഉണ്ടാവില്ല. അവരാണ് ആഗ്രഹിക്കേണ്ടത്, അവരാണ് സ്വപ്നം കാണേണ്ടത്, അവരാണ് ആക്ച്വലി ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നീ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് വല്ലതായാലും എന്താ, പൊട്ടിപ്പോയാലും പൊട്ടും, അപ്പം നീ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം, ടോട്ടലി ഫൈൻ എന്നൊരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിനെ ഇറങ്ങി തിരിക്കാനൊരു ഗഡ്സ് എങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. പല ആൾക്കാരും ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഈ തിയറി പഠിക്കാൻ, ഈ ഫോർമുല പഠിക്കാനാണ് ചിലവാക്കണേ. അങ്ങനെ ഒരു പോയിന്റിൽ അവരെത്തും. ഫസ്റ്റ് ലെവലിലെത്തുമ്പം ഇതൊക്കെ കിട്ടിയില്ലേ ഭയങ്കര പണിയായിട്ട്, ഞാൻ തന്നെ 3-4 ആഗ്രഹിച്ച് കിട്ടാണ്ടായിട്ട് ആകെ സ്ട്രെസ്ഡ് ആയിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോയി, ഇതിൻ്റെ പിറകൊന്നും പോകണ്ട. അവർ ഏർലി ക്വിറ്റേഴ്സാണ്. നേരത്തെ നോക്കി ഒരു 5-6 അടി അടിച്ചിട്ട് ആ വഴിക്ക് പോയവരാണ്. അവർ ഏർലി ക്വിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ജീവിതത്തിൽ ഈ പ്രാർത്ഥന വർക്കൗട്ട് ആവില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ദേ ആർ ഇൻ ദ ബ്ലെയിം, ദേ ആർ ഇൻ ദ ഡിസപ്പോയിൻമെൻറ്റ് എത്തുന്നില്ല. അവർ ആ ഫോർമുല വർക്കൗട്ട് ചെയ്ത് എടുക്കുന്നത് വരെ പ്രയത്നിച്ചില്ല എന്നുള്ളതാണ്. ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ നമ്മൾ പേഷ്യൻസോട് കൂടി ട്രൈ ചെയ്യണമല്ലേ, എന്നാൽ ഞാൻ ചെയ്യാണ്. പേഷ്യൻസ് ഉണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഓരോ തവണ ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്യുമ്പോഴും പെയിൻ ഇങ്ങനെ കൂടുന്നുണ്ട്. എന്ത് ചെയ്യാനോ ഒന്നുകൂടി നോക്കാം. ഓരോ തവണ ഫെയിലിയർ വരുമ്പോഴും പെയിന് ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുമ്പം ഞാൻ പറഞ്ഞു, അവർക്കും ഈ അടുത്ത കാലത്തൊന്നും അത് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കിട്ടൂല എന്നല്ല, ഡിലേ വരും. കാരണം എന്താണ്, ഓരോ ഫെയിലിയറിനെയും അവർ പെയിനോട് കൂടിയിട്ട് റിസീവ് ചെയ്തിട്ട് പിന്നെ സംസാരിച്ച് കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്താക്കാനുള്ളതുപോലെ ആക്കാം എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ കൗൺസിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്നാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഞാൻ 3ാമത്തെ തവണ എഴുതിയിട്ടും പൊട്ടി, എന്നത് അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് ഇരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അടുത്ത തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം, ഇനി ഒന്നുകൂടി നോക്കട്ടെ എന്നാൽ. പക്ഷെ ഉള്ളിൽ 3ാമതും പൊട്ടിയല്ലോ എന്നുള്ള ഫീലിംഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അവർ അക്സെപ്റ്റൻസ് ലെവലിലല്ല നിൽക്കുന്നത്, അവർ നത്തിങ്നെസ് ലെവലിലല്ല നിൽക്കുന്നത്, ടൈം ഡിലേ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാര്യം നമ്മൾ വർക്ക് ചെയ്തു, വർക്കൗട്ടായില്ല, അതവിടെ തീർന്നു. ഈ ആക്ടർ മോഹൻലാലിൻ്റെ ഒരു പോളിസി ഉണ്ട്. ഈ അടുത്തിപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ഉണ്ട്. അദ്ദേഹം എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്, ഇന്നലെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിലൊരു ചർച്ചയില്ല. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിൽ അത് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് പുതിയതാണ്, ഇന്ന് ഫ്രഷാണ്. അപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന തലേ ദിവസം ഈ ചാനൽ ഇൻ്റർവ്യൂ വിളിച്ച് അവർക്കൊക്കെ മീറ്റിങ്ങിൽ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് പോയിട്ട് അടുത്ത ദിവസം ഡൽഹിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ചാനലുകാരെ എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നലെ കഴിഞ്ഞു, ഇന്ന് പുതിയതാണ്, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി അതിലൊന്നുമില്ല, ഞാൻ അവിടെ ജീവിക്കുന്നില്ല, ഇന്നലത്തേത് കഴിഞ്ഞു, എന്താണെങ്കിലും ഇപ്പോൾ ഈ നിമിഷത്തിൽ പൂർണ്ണമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയ അവസരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിന് തുറക്കാൻ പറ്റാം. നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാതിരിക്കുമ്പം ആ നടക്കാതിരുന്ന മൊമെൻറ്റിൽ, നിങ്ങൾക്കത് നഷ്ടപ്പെട്ട മൊമെൻറ്റിൽ, ആ മൊമെൻറ്റിൽ നിങ്ങൾ എടുക്കുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ട്. കുറേ കഴിഞ്ഞിട്ടല്ല. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് അത് വർക്കൗട്ടാവോ ഇല്ലയെന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നിൽ, നിങ്ങളുടെ വാതിൽപ്പടിയിൽ ഒരു പ്രയാസം ഇങ്ങനെ വന്നിട്ടുമ്പോൾ, ഓ എൻ്റെ പടച്ചോനെ, ഓ എൻ്റെ ദൈവമേ, കർത്താവേ, ഓ എൻ്റെ ഈശോയെ എന്നും പറഞ്ഞിട്ട് ആ മൊമെൻറ്റിൽ തന്നെ എന്ന് ആ ഒരു ഉള്ളോട്ടൊരു വലിവില്ല, ഒരു പിടുത്തല്ലേ, ഈ പിടുത്തത്തിലുണ്ട് നിങ്ങളുടെ മൈൻഡ്. ആ മൊമെൻറ്റ് തീരുമാനിക്കുന്നുണ്ട്, ഇത് ഏറ്റവും വലിയ പണിയാണല്ലേ,
ആ മൊമെൻറ്റിൽ തീരുമാനിക്കുന്നുണ്ട് അത് എങ്ങനെയാകണമെന്ന്. അതോടുകൂടി മൈൻഡ് അതിനെ അങ്ങനെ കൺസീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നിലെത്തിയത് ഏറ്റവും വലിയ ഒരു പ്രയാസമാണ്. ആ പ്രയാസം ഇങ്ങനെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ കൂളായിട്ട് ഇതിന് മുന്നേ ഇതുപോലെ പലതും വന്നതാ, ഇതും പ്രയാസമായിട്ട് വന്നോളൂ, കയറി ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല, കാരണം ഇത് എങ്ങനെയാവുമെന്ന് എനിക്കറിയാം. ഈ മനോഭാവത്തോട് കൂടി എടുക്കുമ്പം ആ പ്രയാസം ഇങ്ങനെ മൈൻഡ് എടുക്കണം തന്നെ. ഓക്കെ, ഇതിപ്പോൾ ഈ ഓറിയൻറ്റേഷനിലാണ് വന്നത്, അപ്പം ഞാൻ പഴയ റെഫറൻസ് പോലെ ഇതിനെ നല്ലതാക്കി മാറ്റണമല്ലേ, വണ്ടർഫുൾ. മൈൻഡ് അപ്പയെ പണി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ചിന്തകളൊക്കെ അതിനെ അവസരമാക്കി മാറ്റിയെടുക്കാനുള്ള ചിന്തകൾ അത് ആ മൊമെൻറ്റിലാണ്. അല്ലാണ്ട് ഹിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ച് അതിന് ഓൾറെഡി ഫയൽ എന്ത് ചെയ്തു, ഇത് പ്രയാസത്തിൻ്റെ ഫയലാന്ന് പറഞ്ഞിട്ട് ഫോർവേഡ് ചെയ്തിട്ട് അങ്ങനെ പോയി കുറേ കഴിഞ്ഞ് പിന്നെ ബോധോത്വത്തോടു കൂടി തിരിച്ചു വരുന്നിടത്തല്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ആ മൊമെൻറ്റിൽ നടക്കാതിരിക്കുമ്പം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ, ആ കിട്ടാതെ പോകുന്ന നഷ്ടം സംഭവിക്കുന്ന ആ മൊമെൻറ്റിൽ, ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് അൽഹംദുലില്ലാ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് വളരെ നത്തിങ്നെസ് സ്റ്റേറ്റോട് കൂടിയിട്ട് അങ്ങനെ കൂളായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റുന്നു? അങ്ങനത്തെ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചെടുക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ളൊരു ഇൻറ്റേർണൽ അസറ്റ് ആഗ്രഹിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വായത്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ പര്യാപ്തരാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിപ്പിക്കണമെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ തരാൻ വേണ്ടിയിട്ടാണെന്നല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് ഈ ഒരു അസറ്റ് ബിൽഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ നടക്കുന്ന ആഗ്രഹങ്ങളേ ഉണ്ടാവുള്ളൂ. കാരണം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അറ്റാച്ച്ഡ് ആയിട്ടുള്ള തോട്ടുകളൊക്കെ മാറിയിട്ട് അവരൊരു ചാനലാവും. ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളെ ആർക്കും വൈബ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളെ ആർക്കും സ്വാധീനിക്കാൻ വേണ്ടി പറ്റില്ല. അത്തരം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അത് ഡിവൈൻ പ്ലാൻ ആയിരിക്കും. കാരണം അവരതിൽ അറ്റാച്ച്ഡ് അല്ല. അവർക്കത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വല്ല ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നടക്കുകയും ചെയ്യും. അത് വലിയൊരു പദ്ധതിയുമായിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് 1 ഡിഗ്രി ആണെങ്കിൽ അതിനെ 10 ഡിഗ്രി ലെവലിലേക്ക് തരാനാണ് മുകളിലുള്ളവൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിന് കൂടി ബോധത്തോട് കൂടിയിട്ട് ഞാനിതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുമ്പം, ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തിലേക്ക് ഒരു അടി വെക്കുമ്പം ദൈവം എന്നിലേക്ക് 10 അടി വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടുന്ന എല്ലാത്തിലും 10x ഗ്രോത്ത് ഉണ്ടാവണം. എങ്ങനെയാണ് 10x ഗ്രോത്ത് വരട്ടെ? പലരും ചെറിയ രീതിയിലാണ് തുടങ്ങാറുള്ളത്. പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് 10x ഗ്രോത്തിലേക്ക് എപ്പോൾ എത്തുന്നു നമുക്ക് പോയി നോക്കി കഴിഞ്ഞാൽ പല രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്താലും ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അതിൽ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമ്മൾ തവക്കുൽ ചെയ്യുന്നു, സമർപ്പിക്കുന്നു, സറണ്ടർ ചെയ്യുന്നു, ദൈവത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ചിറങ്ങുന്നു. ഈ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ടോട്ടലി ഫൈൻ എന്നുള്ള സ്റ്റേറ്റാണ്. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചതോടുകൂടി ഇതാക്കി നടന്നിരിക്കും എന്ന വാശിയല്ല. സമർപ്പണ മനോഭാവം എന്ന് പറഞ്ഞാൽ, സബ്മിഷൻ മനോഭാവം എന്ന് പറഞ്ഞാൽ ഞാനിത് പരിപൂർണമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു, ഇത് കിട്ടിയാൽ സന്തോഷം, കിട്ടിയിട്ടില്ലെങ്കിലും സന്തോഷം. അപ്പം നമ്മൾ സമർപ്പിക്കൽ എന്താണെന്ന് പഠിക്കണം, എന്താണ് സറണ്ടറൻസ് എന്ന് പഠിക്കണം. ഈ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടാതെ പോയാലും ഞാൻ പറയും സെലിബ്രേറ്റ്. നിങ്ങൾ ഈ സറണ്ടറൻസ് സബ്മിഷൻ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്തിട്ട് അത് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും സെലിബ്രേറ്റ്. ഞാൻ അങ്ങനെ ഒരാളെ കാണാൻ ഞാൻ ഷെയ്ക്കാൻ്റെ അടുത്ത് കെട്ടിപ്പിടിക്കും. ഞാൻ പറയും അമ്പടെ കേമ വരാൻ പോകുന്നത് വലിയൊരു സംഭവമാണല്ലോ എന്ന് പറയും. കാരണം എൻ്റെ ജീവിത യാത്രയിൽ ഞാൻ പലപ്പോഴായിട്ട് അത് കണ്ടിട്ടുണ്ടെന്നല്ലോ. പക്ഷേ നമ്മൾ പ്രയാസപ്പെടൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ ട്രെയിനിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ അച്ചീവ് ചെയ്തേ ഇരിക്കണം. ചിലപ്പോൾ നമ്മൾ ഇമോഷണലി നത്തിങ്നെസ്സിൻ്റെയും ഈ സ്റ്റേറ്റിലൊന്നും എത്താതെ നമ്മുടെ മനസ്സിൽ വരുന്ന പല ആഗ്രഹങ്ങളും നമുക്കുള്ളതായിരിക്കില്ല. അപ്പോൾ അത് എഴുതി വെക്കാതിരിക്കാനും പറ്റില്ല. കാരണം അതൊക്കെ എഴുതി അതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ബാലൻസ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് ആഗ്രഹങ്ങളില്ലാണ്ട് പരിശീലിക്കാൻ പറ്റൂല. അപ്പോൾ ആഗ്രഹങ്ങൾ വേണം, ലക്ഷ്യങ്ങൾ വേണം. നമ്മൾ അതിന് ഇറങ്ങി തിരിച്ച് മുന്നോട്ട് പോകുമ്പം ആണ് നമുക്ക് റിയലൈസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ബോണസാണ് അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ സറണ്ടറൻസിൻ്റെയും ഇതിനൊക്കെ ലെവലിലേക്ക് പാകപ്പെടാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അവരെ ഇൻഫർമേഷൻ കൊടുക്കാനേ പറ്റുള്ളൂ, ട്രാൻസ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഈ മെൻറ്ററിങ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ശരിക്കും സറണ്ടറൻസ് അറിയുന്നവർ, സബ്മിഷൻ അറിയുന്നവർക്കാണ്. എവിടുത്താണ് അവർ മെൻറ്ററിങ് എടുക്കുന്നത്, ആ മെൻറ്ററിങ് കൊടുക്കുന്ന ആൾ അവർക്ക് ടീച്ചർ ആകണോ മാസ്റ്റർ ആകണോ തീരുമാനിക്കുന്നത് സ്റ്റുഡൻ്റാണ്, നോട്ട് ദ ടീച്ചർ, നോട്ട് ദ മാസ്റ്റർ. ഇപ്പം എനിക്ക് ഒരാൾക്ക് ട്രാൻസ്മിഷൻ കൊടുക്കുന്ന മാസ്റ്റർ ട്രാൻസ്ഫോംസ്, ടീച്ചർ ഇൻഫോംസ്. അപ്പോൾ എനിക്കൊരാൾക്ക് ട്രാൻസ്മിഷൻ കൊടുക്കുന്ന മാസ്റ്റർ ആകണോ ടീച്ചർ ആകണോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മുന്നിൽ വരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന ആൾ ഞാൻ ഈ പറഞ്ഞ കണക്കെ തന്നെ, നമ്മൾ ഈ പറഞ്ഞ കണക്കെ തന്നെ എനിക്കിതൊക്കെ ബാലൻസ് ഒക്കെ പഠിക്കലാണ് ആവശ്യം, ഈ ഇൻറ്റേർണൽ സെൽഫ് ബിൽഡ് ചെയ്യലാണ് ആവശ്യമെന്നെങ്കിൽ ഐ ക്യാൻ ബി എ മാസ്റ്റർ ഫോർ ദം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചിലത് നേടിയെടുക്കാം, ചിലത് നഷ്ടപ്പെടാം. ഇതിന് രണ്ടിനുള്ള പോയിന്റിൽ വരുമ്പം രണ്ടും അവർക്ക് അസറ്റ് ആയിരിക്കും. അതിലൂടെ അവർ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അവരുടെ ആഗ്രഹങ്ങളിൽ പോലും വലിയ രീതിയിൽ പോളിഷിങ് സംഭവിക്കും, വലിയ രീതിയിൽ ആഗ്രഹങ്ങളെ റീകൺസ്ട്രക്ഷൻ സംഭവിക്കും,
GC ചെയ്തവർക്കറിയാം, GC ചെയ്യുമ്പോൾ തുടക്കത്തിൽ എഴുതി വെക്കുന്ന കുറേ ആഗ്രഹങ്ങളുണ്ട്. ഒരു 5-6 മാസം കഴിഞ്ഞ്, ഒരു 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹം നോക്കി എനിക്കൊന്നും ഇതൊക്കെ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല ഞാൻ ആഗ്രഹിക്കേണ്ടത്. GCTP ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ GCയിൽ വരുമ്പോൾ ആദ്യം ഇത് വെക്കും GCTP ചെയ്തിട്ട് ഇവിടുത്തെ കോച്ചാണ്. പക്ഷെ കോച്ചായി ഇതിൻ്റെ സാധ്യത പഠിച്ച ആ ലെവൽ അങ്ങ് കിട്ടുമ്പോഴേക്ക് ഇവർക്കൊരു കാര്യം മനസ്സിലാവും. ഇവർ മനസ്സിലാക്കുന്ന കാര്യം എന്താ, ആക്ച്വലി ഇതൊന്നും ആയിരുന്നില്ല എനിക്ക് വേണ്ടത്, എനിക്ക് ശരിക്ക് വേണ്ടത് ഇതായിരുന്നു. അതപ്പോൾ തിരിച്ചറിവിട്ടാണ് ശരിക്ക് വേണ്ടത് ഇതായിരുന്നു, ഇതിലൂടെയൊക്കെ കടന്നു പോകണമായിരുന്നു, അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ജനിക്കണമായിരുന്നു, അതിൻ്റെ പിറകെ പോകണമായിരുന്നു. പക്ഷെ അങ്ങനെ പോയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ ഇമോഷണൽ ബാലൻസിൻ്റെ, നത്തിങ്നെസ്സിൻ്റെ, ന്യൂട്രാലിറ്റിയുടെ, നാച്ചുറാലിറ്റിയുടെ ഈ സീക്രട്ടൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒക്കെ മീതെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മീതെ ഇപ്പം ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ ഞാൻ കണ്ടാണ്ട് ഇതൊന്നും വർക്കൗട്ട് ആവില്ല, ഈ ടൂൾസ് അങ്ങനെയാണ്, ഇത് റെഡി ആവില്ല. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ടൂൾസ് വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വി ആർ നോട്ട് സപ്പോസ് ടു ഗെറ്റ് അറ്റാച്ച് ടു ദിസ് ടൂൾസ്. ഈ ടൂൾസിൽ അറ്റാച്ച് ചെയ്തെടുക്കാത്തുള്ള വിഷയം. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഇൻറ്റേർണൽ അസറ്റ് ബിൽഡ് ചെയ്യാൻ ഈ ടൂളുകൾ ഒരു ടൂളായിട്ട്, ഒരു മീഡിയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വെദർ മൈൻഡ് പവർ വർക്ക്സ് ഓർ നോട്ട് അത് നമ്മളെ ഏരിയ അല്ല. മൈൻഡ് പവർ എന്നതിന് നമുക്കുള്ളിലെ ഇൻറ്റേർണൽ അസൽട്ടും ഞാനീ പറഞ്ഞ സ്പിരിച്വൽ സീക്രട്ടും മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു മീഡിയമായിട്ട് മാത്രമേ നമ്മൾ അതിനെ കൺസീവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരിക്കലും അത് തന്നെ ശരിയാവണമെന്ന് ഒരിക്കലും വാദിക്കാറേ ഇല്ല. കാരണം വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ദാറ്റ് പാർട്ട്. ആ പാർട്ടിനല്ല. ഇപ്പം എൻ്റെ ഇന്നത്തെ ടോക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കേണ്ടത്. ദ സ്റ്റേറ്റ് വേർ എല്ലാത്തിനെയും റെഡിയാക്കുന്ന, എല്ലാത്തിനെയും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിനെ അന്വേഷിക്കുക എന്നുള്ളതാണ്, അതിനെ നമ്മൾ തേടി പോവുക എന്നുള്ളതാണ്. അതിനെ തേടി പോകാൻ എന്തും നമുക്ക് മാധ്യമമാണ്. ഇപ്പം ഞാൻ പൊസിഷൻ ചെയ്തത് മൈൻഡ് പവർ എന്ന ഏരിയ ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ കോച്ചസിൻ്റെ സെഷനിൽ പറഞ്ഞു, ഇനിയിപ്പോൾ മൈൻഡ് പവർ മാറിയിട്ട് വേറെ ഏരിയ ഏതേ പൊസിഷൻ ചെയ്താൽ അവിടെയും നമ്മൾ ഈ സംഭവം എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്തോളൂ. ഇപ്പം ഞാനൊരു ഫിസിക്സ് അധ്യാപകനായിട്ട് മാറുകയാണെങ്കിൽ, ഒരു കെമിസ്ട്രി അധ്യാപകനായിട്ട് മാറുകയാണെങ്കിൽ, ഞാനൊരു സംഗീത ടീച്ചറായിട്ട് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേറെ ലാംഗ്വേജ് ടീച്ചറായിട്ട് മാറുകയാണെങ്കിൽ, അവിടെ ഒക്കെ ഐ ക്യാൻ ഡു ദ സെയിം. ബിക്കോസ് അതിലൂടെ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അറിവ് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഇൻറ്റേർണൽ അസറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. അതിലേക്ക് ഒരു മീഡിയ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൂളുകളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ആ മോഡിലൂടെ പഠിപ്പിച്ചെടുക്കുന്നു, പാകപ്പെടുത്തിയെടുക്കുന്നു. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പലപ്പോഴും ഞാൻ ഈ മൈൻഡ് പവറിൻ്റെ അപകടങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. ഒരു മൈൻഡ് ട്രെയിനറായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഞാനത് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, അറ്റാച്ച്മെൻറ്റുകൾ ഇല്ലാതെ ആഗ്രഹങ്ങൾ വേണം. പക്ഷേ ആഗ്രഹങ്ങൾ എങ്ങനെയാകണം, നത്തിങ്നെസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളൊരു പോയിന്റിലേക്ക് ഗൈഡ് ചെയ്യണതാവണം നമ്മുടെ ഡിസയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഗോളാക്കി വെച്ചിട്ട് നമ്മൾ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു, ഏതൊരാളാണോ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റിൽ അന്വേഷിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇതൊരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷണൽ മീഡിയമായിട്ട് മാറും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിസ്ഡവും കാര്യങ്ങളൊക്കെ. എന്നാൽ ഒരു ഡിസയർ വെച്ച് ഇതെന്നെ നടന്നിരിക്കണം എന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ പ്രിൻസിപ്പിളൊക്കെ വെച്ച് വർക്ക് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു, ആ വർക്ക് ചെയ്യൽ മാത്രമല്ല നമുക്ക് ആവശ്യം. ഇത് വർക്ക് ചെയ്തുകൊണ്ട് എല്ലാറ്റിലും ഇത് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചിലത് വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് നിരാശ വരും. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഇതൊന്നും വർക്കൗട്ട് ആകേണ്ട ഒരു ഘടകമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ സ്റ്റേറ്റ് അത് സെറ്റാണെങ്കിൽ നമുക്ക് തന്നെ ബോധ്യപ്പെടും, ഇതൊന്നുമില്ലെങ്കിലും ഐ എം ടോട്ടലി ഹാപ്പി. ഒന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് മാത്രമേ എല്ലാം ഉണ്ടാകുമ്പോഴും ഹാപ്പി ആകാൻ പറ്റുള്ളൂ. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, ഒന്നുമില്ലാത്തപ്പം അവർ ഹാപ്പി ആയിരുന്നില്ല. അപ്പോൾ എല്ലാം ഉണ്ടായാലേ ഹാപ്പി ആവുള്ളൂ മനസ്സിലാക്കിയിട്ട് അവർ എല്ലാത്തിനും പിറകെ പോയി. എന്തൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. സീക്രട്ട് ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ലാതിരിക്കുമ്പം സംതൃപ്തിയിലിരിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണ് എല്ലാം ഉണ്ടാക്കാനുള്ള അവകാശവും. അവർക്ക് എല്ലാം ഉണ്ടായാലും സംതൃപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നവരിൽ നിന്നും അനുഭവിക്കുന്നവർക്ക് അതുകൊണ്ട് സന്തോഷം പകർന്നു കൊടുക്കാനും വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവ്രിതിങ്. അപ്പോൾ എല്ലാത്തിനെയും ആകർഷിക്കുന്ന ഒരു മാജിക് നമ്മളെല്ലാവരുടെ ഉള്ളിലുണ്ട്. എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതെന്താണ്? ഒന്നുമല്ലാതിരിക്കുക, സ്റ്റേ നത്തിങ് എന്നുള്ളതാണ്. അതാണ് റൂമി പറഞ്ഞൊരു കോട്ട് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. റൂമി പറയുന്നുണ്ട്, ബി നത്തിങ് ആൻഡ് ഹീ വിൽ ടേൺ യു ഇൻ ടു എവ്രിതിങ്. ഓക്കെ, നിങ്ങളൊന്നുമല്ലാതിരിക്കുക, അപ്പോൾ അവൻ നിങ്ങൾ എന്ത് ചെയ്യും? എന്തുമാക്കി മാറ്റും. ഈ ഒന്നും അല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കളിമണ്ണിൻ്റെ അവസ്ഥ പോലെയാണ്. കളിമണ്ണ് ഒന്നും അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക, പക്ഷേ ഈ മണ്ണിനെ നമുക്ക് എന്തും ആക്കിയെടുക്കാം. അതായിരിക്കണം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ മണ്ണ് എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഗ്രൗണ്ട് ചെയ്യാനാണ്. നമ്മളെപ്പോഴും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സുജൂതിലായിട്ട് സാഷ്ടാംഗം നമിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ മണ്ണിനെയാണ് അല്ലേ. ഈ മണ്ണിലേക്കാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ മണ്ണ് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മണ്ണിന് നമ്മളോട് പറയാനൊരു രഹസ്യമുണ്ട്. നീ മണ്ണാവേണ്ടവനാണ്, നീ മണ്ണിൽ നിന്നുമുള്ളവനാണ്, നീ ഗ്രൗണ്ടഡ് ആകേണ്ടവനാണ്. നീ ആ നത്തിങ്നെസ് സ്റ്റേറ്റിലായിട്ട് എൻ്റെ ഭാവം പുൽകിക്കഴിഞ്ഞാൽ എനിക്ക് എന്തുമാകാം.
അപ്പോൾ ആ മണ്ണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, ഏത് രൂപവും നിനക്ക് പ്രാപിക്കാം, ഏത് അവസ്ഥയും നിനക്ക് പ്രാപിക്കാം, നിനക്ക് വേണ്ട എന്തും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആ ഒരു ബോധത്തിലേക്ക്. അല്ലാതെ നമ്മൾ എന്തിലേക്ക് എത്തരുത്, മണ്ണാണ് നമ്മൾ, പാറയല്ല എന്ന് ഓർക്കണം. അപ്പോൾ പാറയുടെ അവസ്ഥയിലേക്ക്, ഉറച്ച പാറയുടെ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പാറയെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കളിമണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഷേപ്പ് ചെയ്തെടുക്കൽ വളരെ ഈസിയാണ്. സോ ബീറ്റ് നത്തിങ് ആൻഡ് ഹീ വിൽ ടേൺ യു ഇൻ ടു എവ്രിതിങ് എന്ന് റൂമി പറയുന്നത് പോലെ ആ നത്തിങ്നെസ്സിൻ്റെ സ്റ്റേറ്റ് കൂടി ചിന്തിക്കുക. ഞാൻ പറയും ഒരിക്കലും എക്സ്ട്രീം ആകരുത്. ഐ ഓൾവേസ് സ്പീക്ക് ഇൻ ദ ഡയമെൻഷൻ ഓഫ് ബാലൻസ്. ഞാൻ എപ്പോഴും ബാലൻസിലാണ് സംസാരിക്കാറില്ലേ. അപ്പം ഓരോ വിഷയങ്ങളെ എടുത്തിട്ട് നിങ്ങൾക്ക് വല്ലാതെ വ്യഗ്രതയുള്ള, വല്ലാണ്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള, വല്ലാണ്ട് ഗ്രീഡുള്ള ലെയറുകളൊക്കെ എടുത്തിട്ട് അവിടെ എങ്ങനെ നിങ്ങൾക്ക് ഈ നത്തിങ്നെസ് കൂടി ആഡ് ചെയ്തിട്ട് അതിലൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതില്ലെങ്കിൽ എന്നെ കൊണ്ടാവൂല എന്നാണെങ്കിൽ മിക്കവാറും അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആദ്യം എടുത്ത് കളയാം. ഇതില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത് എപ്പോഴും ഉണ്ടാവും. നോക്കിയാൽ മതി. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതില്ലാണ്ട് എനിക്ക് പറ്റൂല എന്നുള്ള അവസ്ഥയിലേക്ക് ആവുന്ന സമയത്ത് നമ്മൾ ക്രിയേഷൻസിലേക്ക് അറ്റാച്ച്ഡ് ആയി പോവാണ്. നമ്മൾക്ക് ആകെ ഉണ്ടാകുന്നത് നീ ഇല്ലാതെ എനിക്ക് പറ്റൂല. ആകെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഡിവൈനിലേക്കാണ്. നീ ഇല്ലാതെ എനിക്ക് പറ്റൂല, നീ അല്ലാത്തത് എന്തും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന അവസ്ഥയിൽ എത്തുമ്പോഴാണ് ആ കണക്ഷൻ, പ്രൊവൈഡർ റിസീവർ കണക്ഷൻ നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല. ചില കുട്ടികളുടെ വിഷയത്തിലൊക്കെ പാരൻസിന് അതിയായി കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറയാറുണ്ട്, അതിയായി കൊതിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്രക്കും പവർ ഉണ്ട് എന്നൊക്കെയാണ് പൊതുവെ സ്പിരിച്വൽ സൈക്കോളജിയിൽ അതിന് കുറേ എക്സ്പ്ലനേഷൻസ് നമ്മൾ ഹോമാസിൽ അത് പറയാറുണ്ട്. അപ്പോൾ ഈ മാതാവിൻ്റെ എത്രയും പവറുള്ള പ്രാർത്ഥന എന്തുകൊണ്ട് കുട്ടികൾക്ക് വർക്കൗട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ച് ചോദിക്കുന്നത് ആരോടാണോ അവനേക്കാളും കൂടുതൽ കൺസേൺ കുട്ടിയെ പറ്റിയിട്ടാണ്, ക്രിയേഷനെ പറ്റിയിട്ടാണ് ക്രിയേറ്ററെക്കാളും കൂടുതൽ കൺസേൺ. അപ്പോൾ പാരൻറ്റിങ് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് മാറും. ഞാൻ പറയാറുണ്ട് അങ്ങനെയല്ല, നമുക്ക് ഫ്രീഡം, കുട്ടികളെ വളർത്തുന്നതിൽ കുട്ടികൾക്കും നമുക്കും ഫ്രീഡം ഉണ്ടാവല് തന്നവനുണ്ട്, അവൻ നർച്ചർ ചെയ്യുന്നവൻ കൂടിയാണ്. അപ്പം അവനിലായിരിക്കും നമ്മുടെ കൂടുതൽ ഹോപ്പ്, അവനിലായിരിക്കും നമ്മുടെ കൂടുതൽ കണക്ഷൻ. ആ കണക്റ്റഡ്നെസ്സിൽ നിന്നിട്ട് കുട്ടിയെ തൊടുമ്പം കുട്ടിക്കും വലിയ പിടിച്ചു വെച്ച ഫീലിംഗ് ഉണ്ടായിരിക്കില്ല, നമുക്കും വലിയ പിടുത്തം ഉണ്ടാവില്ല, ഈ പിടിച്ചു വെക്കുന്ന ഒരു സ്റ്റക്നെസ് ഒന്നും ഉണ്ടാവില്ല പാരൻറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ അല്ലാണ്ട് കുട്ടി എന്ന ഇമോഷൻ കൂടുതലും, കുട്ടിക്ക് നന്മ വരുത്തണം എന്ന ദൈവത്തോടുള്ള ഇമോഷൻ കുറവാകുമ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ദൈവത്തെക്കാളും മീതിയാണ് കുട്ടി എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓർമ്മിപ്പിക്കലാണ്. നമ്മൾ പ്രവാചകരൊക്കെ പഠിച്ചു നോക്കിയാൽ, പ്രവാചകർക്ക് ചരിത്രം എടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചെറിയ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പ നഷ്ടപ്പെടുന്നു, പിന്നെ ചെറിയ പ്രായത്തിൽ ഉമ്മ നഷ്ടപ്പെടുന്നു, പിന്നെ കെയർ ടേക്കറായിട്ടുള്ള അങ്കിള് നഷ്ടപ്പെടുന്നു, അതിനുശേഷം ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ ജനിച്ച കുറേ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നു, വൈഫ്, ഏറ്റവും വേണ്ടപ്പെട്ട പ്രതിസന്ധികൾ കൂടുന്ന വൈഫ് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത്രത്തോളം നഷ്ടങ്ങൾ ലൈഫിലുണ്ടായ ഒരാൾ പറയുകയാണ് ദൈവം കാരുണ്യവാനാണെന്ന്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം കാരുണ്യവാനാണെന്ന് പറഞ്ഞത്? ഈ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും ദൈവം കാരുണ്യവാനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കാരുണ്യം എന്താ നമുക്കറിയില്ല. അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിലുണ്ടാക്കി ആ അവസ്ഥയിൽ ഇരുന്നിട്ട് ദൈവത്തെ അന്വേഷിക്കണം. വേണ്ടപ്പെട്ട എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഭയങ്കര കംഫർട്ടിലായിരിക്കും. അതുകൊണ്ടാണ് ആരെങ്കിലും ദൈവമേ എനിക്ക് നിന്നെ അറിയണമേ എന്നൊരു ചോദ്യം ചോദിച്ച് ഞാൻ പറയും സൂക്ഷിച്ച് പറയുക, ചെറിയ ചോദ്യമല്ല അത്. കാരണം ദൈവത്തെ അറിയിക്കുന്നതിൽ നിന്നും നീ വ്യതിചലിച്ച് നിൽക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്നൊക്കെ ചിലപ്പോൾ നിന്നെ പിന്തിരിപ്പിച്ചാളും, ചിലപ്പോൾ അതിന്നൊക്കെ നിന്നെ എടുത്തു കളയും. ചിലപ്പോൾ നിനക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ആയിരിക്കും നിന്നെ ആദ്യം തള്ളിപ്പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ പ്രവാചകന്മാർക്കൊക്കെ, അവതാര പുരുഷന്മാർക്കൊക്കെ അവർ ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവത്തെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും അടുത്തിരുന്ന മനുഷ്യരിൽ ചിലരാണ് തിരിഞ്ഞു കൊത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഇതെന്തുകൊണ്ടാണ്? ദൈവം കൂടുതൽ അറിയിച്ചു കൊടുക്കുകയാണ്, ദൈവം കൂടുതൽ നമുക്ക് അറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നതുകൊണ്ട് ചോദിക്കൽ വളരെ എളുപ്പമാണ്, ദൈവമേ എനിക്ക് നിന്നെ അറിയണമെന്ന്. പക്ഷെ ആ പോളിസി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെ ഉണ്ടാവും. അതിനകത്ത് എല്ലാം നഷ്ടപ്പെടാന്നുള്ളതല്ല, എല്ലാം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എല്ലാം ഉള്ളപ്പോഴും ഇതിനൊക്കെ മീതയായതിനെ നിങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിൽ നിങ്ങൾക്ക് ആ ഉറപ്പ് വരുന്നില്ലെങ്കിൽ, അതിൽ നിന്ന് ചെറിയൊരു കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും, സംഭവങ്ങൾ ഇങ്ങനെ കുറഞ്ഞു പോകും. നമ്മളെ ഒരു ട്രയാങ്കുലർ കണക്ഷനിൽ എടുക്കുകയാണെങ്കിൽ മീതെയുള്ളത് ദൈവം, താഴെ ഉള്ളത് നമ്മൾ, ഈ സാധനം നമ്മൾ. മറ്റാൾ പറഞ്ഞത് ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞ അതിൽ താഴെ ഉള്ളത് നമ്മൾ, മീതെ ഉള്ളത് ദൈവം. ഇതാണ് ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് കണക്ഷനാണ് ഉണ്ടാകേണ്ടത്. ഈ കണക്ഷൻ എപ്പോഴും നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഈ അലൈൻമെൻറ്റിൽ ആക്സിസിലാണെങ്കിൽ, നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാറില്ല, ഈ ആക്സിസിലാണ് നമ്മളിരിക്കുന്നത്, ഈ ലൈന് കറക്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റിലും എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും.
എന്നാൽ ഈ കണക്ഷൻ ഉണ്ടല്ലോ, ഈ ആക്സിസ് നിന്ന് നമ്മളൊന്ന് തെന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ളൊക്കെ അകലേക്കും പോണ കാണാം. എത്രത്തോളം മുകളിലോട്ട് ഇങ്ങനെ അടുക്കുന്നോ അത്രത്തോളം കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ അടുത്ത് വരും. എത്രത്തോളം മുകളിൽ നമ്മൾ അകലുന്നു അത്രത്തോളം നമ്മൾ അടുത്തുള്ള സാധനങ്ങളും അകന്ന് പോകുന്നുള്ളതാണ്. അതാണ് ഇതിനൊരു കണക്ഷൻ എന്ന് പറയാം. ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്. ഈ രീതിയിലാണ് നമ്മളെ പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഉണ്ടാകുമ്പോൾ ഞാൻ പറയും ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കിയാൽ മതി. ഭാര്യയുടെ വഴി ഇത്, ഭർത്താവിൻ്റെ വഴി ഇത്, രണ്ടാൾ ഇവിടെ നിൽക്കണേ, ഇവിടുന്ന് യാത്ര തുടങ്ങണേ. അപ്പോൾ ഇവർ രണ്ടാൾ മുത്തേ ഞാനും ഈ എന്നും ഒന്ന് എന്ന് പറഞ്ഞിരുന്നോണ്ട് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റിൽ പോണത്. അതിനപ്പുറത്തേക്ക് ഈ രണ്ടാൾക്കാരുടെ ഫോക്കസ് ഇതിനെ പ്രിയോറിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടാൾ ഈ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ രണ്ടാളും ഇങ്ങനെ പോയി ഡിവിനിറ്റിയിൽ വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യും. അപ്പോഴാണ് ദൈവിക ലോകത്താണ് നിങ്ങൾ ഒന്നിച്ചത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള സോൾ ഇൻറ്റിമസി അവിടെ കംപ്ലീറ്റ് ആണത്, നിങ്ങളുടെ സോൾമേറ്റ്ഷിപ്പ് അവിടെ കംപ്ലീറ്റ് ആണത്. അപ്പോൾ രണ്ടാളുടെ ഫോക്കസും ഇതിനെ പ്രിയോറിറ്റൈസ് ചെയ്യാന്നുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാളും സ്നേഹത്തിലൊക്കെ അയക്കണം. പക്ഷെ നമ്മൾ രണ്ടാളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം നടക്കുള്ളൂ. അങ്ങനെ ആവരുത്. നമ്മളുണ്ടെങ്കിലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ആവാൻ പാടില്ല. ദാറ്റ് ഈസ് അറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് വരും. പക്ഷെ നമ്മൾ രണ്ടാളുടെയും ഫോക്കസ് എന്തായിരിക്കണം, മുകളിലായിരിക്കണം, ഡിവിനിറ്റിയിലായിരിക്കണം എന്നൊരു ഇൻറ്റൻഷൻ കൊടുത്ത് രണ്ടാൾ അതിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഈ യാത്ര ഭയങ്കര രസമായിരിക്കും എന്നുള്ളതാണ്. അതൊരു ഗൈഡഡ് ജേണി ആയിരിക്കും. ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു ബസ്സിൽ ഒരേ ലക്ഷ്യത്തിൽ എത്തിച്ചതിൻ്റെ കുറേ ആൾക്കാർ ഒരു ബസ്സിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര വൈബായിരിക്കും. കാരണം ഇടയ്ക്ക് സ്റ്റോപ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ സ്റ്റോപ്പ് ഇട്ടാൽ മതി. പല വഴിക്ക് പോകാനുള്ള ആൾക്കാർ ഒരു ബസ് കയറി കഴിഞ്ഞാൽ ഈ ബസ് അവസാനം ഒരു പോയിന്റിലെത്തും. പക്ഷേ ഓരോരുത്തർ ഓരോ വഴിക്ക് ഇറങ്ങി പോക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെയാണ് പ്രശ്നം എന്നുള്ളത്. അപ്പം ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നോക്കി കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. ഈ 1 മണിക്കൂർ ഞാൻ സംസാരിച്ചത് കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല കേട്ടോ, അത് നീഡ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനം നമുക്ക് വേണം. അതുകൊണ്ട് അതിന് ജേണി എന്ന് പറയാം. നമ്മുടെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ കോച്ചസിൻ്റെ സമ്മിറ്റിൽ 5 വർഷത്തോളമായ കോച്ചസ് വരെയുണ്ട്. ആ യാത്രയാ രസം. അത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പല കോച്ചസിനെയും ഞാൻ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല, പക്ഷേ അതൊരു യാത്രയാണ്. അങ്ങനെ പോകണം. അല്ലാണ്ട് ഒരു ഷോർട്ട് ടേമിലേക്ക് ഇത്ര ദിവസത്തെ പരിപാടി കഴിഞ്ഞ് എൻ്റെ ലൈഫ് മാറിയില്ല, അല്ലെങ്കിൽ ഇത്ര ദിവസം ചെയ്തു എനിക്ക് മാറിയില്ല, ഇത് ഇത്ര ദിവസം കൊണ്ട് തീർക്കുന്ന മരുന്ന് കുടിക്കുന്ന പരിപാടിയല്ല എന്ന് ഞാൻ പറഞ്ഞു. ദിസ് ഈസ് എ ജേണി. നമ്മുടെ ഈ ഒരു പ്രൊസീജിയേഴ്സിനെ ഒരു യാത്രയായിട്ട് സ്വീകരിക്കുന്നവർക്ക് പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര രസകരമായിരിക്കും യാത്ര എന്നുള്ളത്. എല്ലാണ്ട് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറിയിട്ട് ഇത് ഇന്ന കാര്യം എനിക്ക് ഇറക്കി പോകണം എന്നാകുമ്പം അത് സംഭവിച്ചേക്കാം, പക്ഷെ അത് മാത്രം സംഭവിക്കുന്നുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള പലതും നമുക്ക് സംഭവിച്ചോളം നിർബന്ധമില്ല എന്നാണ്. സോ ഇറ്റ്സ് എൻ എവല്യൂഷൻ, ഒരു ഇവോൾവിങ് ജേണിയാണ് ലൈഫ് എന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ അതിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നമ്മുടെ യാത്ര. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഈ പോയിന്റിൽ എത്തിയതുകൊണ്ടാണ് നമ്മുടെ കോച്ച് സബ്മിറ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഒരു യാത്ര പോയിരുന്നു. ഒരു 1 ഡേ ചെറിയൊരു ഷോർട്ട് ട്രിപ്പ്, ഒരു 2 ദിവസത്തേക്കുള്ള ഒരു യാത്ര. ഐ ജസ്റ്റ് വെന്റ് ടു വാഗമൺ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു 8-9 വർഷം മുന്നേ ഞാൻ ഈ ടീം തുടങ്ങുന്ന സമയത്ത് വാഗമണിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അവിടെ ഒരു മൊട്ടക്കുന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, പൈൻ ഫോറസ്റ്റിനൊക്കെ അടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു സ്ഥലം. പലപ്പോഴും ഞാൻ മെൻറ്റേഴ്സിൻ്റെ കുട്ടികളുടെ ട്രെയിനേഴ്സിൻ്റെ കൂടെയൊക്കെ പണ്ട് അവിടെ യാത്ര പോയിരുന്നു. അപ്പോൾ ഞാൻ ഈ ടീം തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു പെട്ടെന്ന് ഇമോഷണലി നോട്ട് ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കോഴിക്കോട് ബീച്ച് സൈഡിൽ ഇങ്ങനെ പോയിരിക്കുമ്പം എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്, അവന് ജസ്റ്റ് മെസ്സേജ്, ഞാൻ എവിടെയാടാ? അപ്പോൾ അവന് ആകെ ബോറടിച്ചിരിക്കുകയാണ്, എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബീച്ചിൻ്റെ അവിടെ ഉണ്ട്. അവൻ പറഞ്ഞു ഞാനും ബീച്ചിൻ്റെ അവിടെ ഉണ്ട്. രണ്ടാളും ഒരേ പോയിന്റിലാണ് നിൽക്കണേ. അപ്പം നമ്മളെന്താ കണ്ടു. അപ്പം പറഞ്ഞു എന്താ ചെയ്യുക, ഒരു ഐഡിയ ഇല്ല, എങ്ങോട്ടെങ്കിലും വിട്ടാലോ? പോവാം. എവിടെ പോവാം? അപ്പോൾ മൈൻഡിൽ ഫസ്റ്റ് എന്ത് ചെയ്യാൻ, വാഗമണ്ണ് പോയാലോ? വാഗമണ്ണോ? പോവാം, എന്നാൽ ഓക്കെ പോവാം. അങ്ങനെ തീരുമാനം വന്നു പെട്ടെന്ന് സഡനായിട്ട്. പോവാം. എങ്ങനെ പോവും? കാറൊന്നും ഇല്ല, അന്ന് ദാരിദ്ര്യത്തിലാണ്, അതുകൊണ്ട് കാറൊന്നും ചിന്തിക്കുക വേണ്ട. എങ്ങനെ നമ്മൾ പോവാം? ഒരു ബുള്ളറ്റൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ആ സാധനമില്ല. ഒരു പാഷൻ പ്രോ ബൈക്ക് ഉണ്ട് എനിക്ക്, എന്നാൽ ഇതെടുത്ത് വിടല്ലേ? അതെടുത്ത് അങ്ങ് പോയി. വൈകുന്നേരം അപ്പം തീരുമാനമാണ്, അപ്പം പോകുന്നു, യാത്ര തുടരുന്നു. കുറേ യാത്ര ചെയ്ത് കോഴിക്കോട് നിന്നും വാഗമണ്ണിലെത്തുന്നു. ആ സമയത്ത് വേറൊന്നും ബോധമില്ല, അവിടെ എത്താന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അവിടെ എത്തി. ഫസ്റ്റ് പോയത് ആ മൊട്ടക്കുന്ന് ഏരിയ ഉണ്ടല്ലോ, അവിടെ പോകുന്നു, അവിടെ ഇരിക്കുന്നു. ഞാൻ കുറച്ച് സമയം അവിടെ റിലാക്സ് ചെയ്തിരുന്നു. എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് ഞാൻ അവിടെ നിന്നും എൻ്റെ നിസ്കാരമൊക്കെ അവിടെ തന്നെ, ആ പുല്ലും തന്നെ ഭയങ്കര വൈബായിട്ട് ഒരു ഈവനിങ് പ്രെയറൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 5 ആഗ്രഹങ്ങൾ വെറുതെ മനസ്സിൽ വന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 5 ആഗ്രഹങ്ങൾ മൈൻഡിലേക്ക് വന്നല്ല, എഴുതാൻ തോന്നിയപ്പോൾ ഒരു 5 ആഗ്രഹങ്ങൾ എഴുതി വെച്ചു. എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അതിലൊരു കാറ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 5 വർഷം കഴിയുമ്പോഴേക്ക് ഞാൻ ഈ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ടീം ഏഡിയൻ ടോക്സ് അത് എന്തായാലും ഇന്ന് എത്തിയിരിക്കുന്നതിൻ്റെ താഴെയാണ് ഞാൻ അന്ന് എഴുതി വെച്ചത്. കാരണം അന്ന് തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു രസത്തിന് ഞാനിങ്ങനെ എഴുതി. അപ്പോൾ ഞാൻ എഴുതുന്ന കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അവനും രസമായിട്ട് അവൻ എന്തൊക്കെ എഴുതി, അവന് ഓർമ്മയൊന്നുമില്ല. ഇത് എഴുതിയിട്ട് ഞാൻ നേരെ അവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്, അതിലങ്ങ് കൊണ്ടിട്ടു. ഒരു രസം, അതിലൂടെ അങ്ങ് ഒഴുകി പോയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് അങ്ങ് ചെയ്തു.
പക്ഷെ പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഫേസ്ബുക്ക് ഇങ്ങനെ ഇതിൻ്റെ വാർഷികം ഇങ്ങനെ ഓർമ്മിപ്പിക്കല്ലോ, ഇങ്ങനെ വന്നപ്പോൾ ഈ അടുത്ത് 8 10 ഒറ്റ വർഷമായി. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ഓർമ്മിപ്പിക്കലൊക്കെ കണ്ടപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ടാ പരിപാടി അന്ന് നമ്മൾ പോയത് ഓർമ്മയുണ്ടോ, നമ്മൾ എടുക്ക് പറയാൻ ഓർമ്മയുണ്ട് ഞാൻ അത് ഞാൻ എഴുതി എല്ലാം ഓർമ്മയില്ല, പക്ഷെ കുറേയൊക്കെ നടന്നിട്ടോ, കാറ് പരിപാടി എല്ലാം ആയിട്ടുണ്ട്, ടീമിൻ്റെതൊക്കെ എവിടെ പിടുത്തം വിട്ടു അന്നത്തെ വെച്ച് നോക്കുമ്പോൾ. നമ്മളിങ്ങനെ പറയും നമുക്ക് ആ ഓർമ്മ ഒന്ന് പുതുക്കണം എന്ന് പറഞ്ഞിട്ട് സമയം വന്നത് ഈ കോച്ച് സമ്മിറ്റ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഞാൻ നേരെ സമ്മിറ്റ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ വാഗമണ്ണിൽ പോയി. ഇത്തവണ കാറൊക്കെ എടുത്തിട്ട് തന്നെ പോണത്, നല്ല രസമുള്ള യാത്രയായിരുന്നു. സെയിം സ്പോട്ടിൽ ഞാൻ വീണ്ടും പോയിട്ടിരുന്നു. ഇന്ന് ഈവനിങ് എത്തി നമ്മൾ അവിടെ പോയിട്ട് സെയിം സ്പോട്ടിലിരുന്നു, ഇതേപോലെ സെയിം മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വേറെയും എനിക്ക് അന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ചില സ്പേസുകളുണ്ട്. അപ്പോൾ അവിടെ നല്ല ഹൈറ്റിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ നല്ല റിലാക്സ് ചെയ്തിരുന്ന് ഞാനിങ്ങനെ റീകണക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു സംഭവമുണ്ട്. 5-10 വർഷം മുന്നേ ഞാനിവിടെ വരുമ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് കുറേ ലക്ഷ്യങ്ങൾ അതിങ്ങനെ എഴുതിയിട്ട് ഇത് നടത്തണമെന്നായിരുന്നു. പക്ഷേ ഈ തവണ വന്നപ്പം എൻ്റെ മൈൻഡിൽ ഒരു ആഗ്രഹങ്ങളും ഇല്ല. അന്ന് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം, ഇനി അടുത്തത് എഴുതിയാലോ, ഒരു ആഗ്രഹം വരുന്നില്ല. എൻ്റെ മൈൻഡിൽ ആകെ വന്നത് എൻ്റെ ബാഗിലൊരു ആൽക്കെമിസ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, ആ ബുക്ക് തുറന്നു നോക്കാൻ വന്നു. അപ്പോൾ അതിങ്ങനെ തുറന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ എഴുതി വെച്ചൊരു വരി മാത്രം സ്ട്രൈക്ക് ചെയ്തു, വിധി ഉദ്ദേശിച്ച വഴിയിലാണ് നിൻ്റെ യാത്രയെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, വിധി നിർണയിച്ച വഴിയിലൂടെ നീ പോകണമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഈ വാഗമണ്ണിൽ 10 വർഷം പോകുന്നതിന് മുന്നേ ഞാൻ ആൽക്കെമിസ്റ്റ് പുസ്തകം വായിച്ച മൊമെൻറ്റിലേക്ക് ഞാൻ പോയി. അതിലെന്നെ എന്തായിരുന്നു ആകർഷിച്ചത്, ആ പുസ്തകമാണല്ലോ എന്നെ എത്രയും നയിച്ചത്, ആ പുസ്തകത്തിലെ ചിന്തകളാണ് എത്രയും നയിച്ചത്. അപ്പോൾ ആ പുസ്തകത്തിൽ എന്നെ എന്തായിരുന്നു ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ നോക്കി, കാറായിരുന്നോ, വലിയ ഓഫീസായിരുന്നോ, പ്രതാപമായിരുന്നോ, ഇതായിരുന്നോ, ഒന്നും ആയിരുന്നില്ല. തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടത്തി തരാൻ ഇങ്ങനൊരു സംഭവം കണ്ടു എങ്കിൽ അത് നടത്തുന്നതിന് പിറകിലെ രഹസ്യം എന്താ, അതെനിക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള വല്ലാത്തൊരു ക്യൂരിയോസിറ്റി. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അത് അറിയൂലെന്ന് എനിക്ക് അറിയൂല, അത് അറിഞ്ഞേക്കാം, ചിലപ്പോൾ അറിയൂല, നോ ഐഡിയ. ഇപ്പോൾ ഈ അറിഞ്ഞോ അറിയില്ല, അതെനിക്ക് സ്റ്റിൽ അറിയില്ല. പക്ഷെ അതിൻ്റെ പിറകെ ആ ക്യൂരിയോസിറ്റിയോട് കൂടിയുള്ള യാത്രയാണ് ഈ അറിവുകളും ഈ ടീമും ഒക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്ത വലിയൊരു പോയിൻ്റാണ്. അപ്പം വിധി നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ എന്തിലായിരുന്നോ തുടങ്ങിയത് അതിലൂടെ തന്നെ സഞ്ചരിക്കുക. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു ആഗ്രഹം എഴുതിയില്ല. ഞാൻ ആൽക്കെമിസ്റ്റ് വായിച്ചപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വന്ന ഫസ്റ്റ് ആഗ്രഹം എന്തായിരുന്നു, അതെന്നെ അതൊന്നുകൂടി പുതുക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് മെല്ലെ ഇങ്ങ് പോന്നു. വല്ലാത്തൊരു വൈബ്രേഷൻസ് ആയിരുന്നു ദാറ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഞാൻ പറയുന്നത്, ദർ ഇസ് എ സ്റ്റേറ്റ്, നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നമുക്ക് പോയിരുന്നിട്ട് ഇതിൻ്റെ ഒക്കെ മുകളിലാണ് ഇത് എന്ന് നമുക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടി നിലനിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും ആ നത്തിങ്നെസ് സ്റ്റേറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇറ്റ് അട്രാക്ട്സ് എവ്രിതിങ്. അതെല്ലാം നമ്മളിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുവരുമെന്നുള്ള ആ സ്റ്റേറ്റിൽ നിൽക്കുമ്പം നമുക്ക് എന്ത് ഗുണം സംഭവിച്ചാലും, ചെറിയ ഗുണങ്ങൾ സംഭവിച്ചാലും നമുക്കത് ബോണസാണ്. ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായാലോ അതും നമുക്ക് ബോണസ് തന്നെയാണ്. അങ്ങനെ ലൈഫിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലെ സ്വർഗത്തിലായിരിക്കും എന്ന് ഞാൻ പറയും. ഭൂമി നമുക്ക് സ്വർഗമായിട്ട് ആസ്വദിക്കാൻ പറ്റും, വല്ലാത്ത അനുഭൂതിയിലായിരിക്കും. ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് സംസാരിക്കണവനെ പോലെയാണ്, സ്വർഗത്തിൽ നിന്നും സന്ദേശം നൽകുന്നവരെ പോലെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും. അപ്പം പാരൻസ് അവിടെ എത്തട്ടെ, ഭാര്യയും ഭർത്താവൊക്കെ ആ അവസ്ഥയിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. എല്ലാവർക്കും തിരിച്ചു പോകേണ്ടത് സ്വർഗത്തിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്വർഗത്തിലാകാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്, സ്വർഗീയ അവസ്ഥകൾ. അതിൽ നിന്ന് ജീവിക്കുന്നവർക്കാണ് ആക്ച്വലി സ്വർഗത്തിലേക്ക് ഒരു മടക്കയാത്ര ഉള്ളത്. കാരണം അവർക്ക് ഇനി മടക്കയാത്രയുടെ ആവശ്യമില്ല, അവർ ഓൾറെഡി ആത്മാവ് കൊണ്ട് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു. ഈ ശരീരമാകുന്ന കൂടും ഒന്ന് ഒഴിവാക്കേണ്ട ആവശ്യം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അത്ര കൂടി വലിയ രഹസ്യം നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവറിത്തിങ് എന്ന സീക്രട്ടിലുണ്ട്. അപ്പോൾ ഇതുകൂടി പരിശീലിക്കുക കേട്ടോ, അതുകൂടി നിങ്ങൾ മറന്നു പോകാതെ പരിശീലിക്കുക. അതിൻ്റെ രസം ഒന്ന് അറിയാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വീക്കിൽ കാണാം. ഇനി അടുത്ത ആഴ്ച UAE വരുന്നുണ്ട്. UAE പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ, നിങ്ങൾ പല ആൾക്കാരും ഓൺലൈനിൽ തരുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് അവിടെ നമ്മൾ റൂമി നൈറ്റ് ഓഫ്ലൈൻ തന്നെ പ്ലാൻ ചെയ്യുന്നത്. ലാസ്റ്റ് ചോദിച്ച ആൾക്കാർ ആരും ഇല്ലെങ്കിൽ ഞാൻ മാത്രം റൂമി നൈറ്റ് നടത്തി പോരേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങളുടെ ഹൈ ഡിമാൻഡും കുറേ മെസ്സേജുകളും നമ്മളോട് ഈ ചതി വേണ്ടായിരുന്നു, നമ്മളെങ്ങനെ കൊതിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനം ഞാൻ ഈ യാത്രയിൽ റൂമി നൈറ്റ് കൂടി ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റൂമി നൈറ്റ് വരുന്നുണ്ട്. മെൻറ്റേഴ്സിനൊന്ന് കണക്ട് ചെയ്യുക, UAE പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. നമ്മളൊരു ഈവനിങ് പ്രോഗ്രാം ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും കാണാം. അതല്ലാണ്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ UAE ഉണ്ടെങ്കിൽ, ഒഴിവുണ്ടെങ്കിൽ മെൻറ്റേഴ്സിനൊന്ന് കണക്ട് ചെയ്യും. ഇഫ് പോസിബിൾ ഐ ക്യാൻ മീറ്റ്. ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാൻ നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ.